അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ ജപമാല മാതാവേ സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ കർത്താവേ, കൃപ വന്ന് പെട്ടിരിക്കുന്ന വഴികൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തവർ, പല വിഷയങ്ങളെക്കുറിച്ചും ഏത് ജോലിക്ക് പോകണം, ഏത് നാട്ടിൽ പോകണം, ഏത് രാജ്യത്ത് പോകണമെന്ന് അറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവർ, എന്ത് പഠിക്കണമെന്ന് അറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവർ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തവർ, അവർക്ക് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ട് അവർക്ക് പുതിയ തീരുമാനം എടുക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. രോഗപീഠകൾ, വേദന രോഗങ്ങൾ, മറ്റ് വ്യക്തികളുമായിട്ടുള്ള വഴക്കുകൾ, കേസുകൾ, കോടതി കേസുകൾ, പോലീസ് കേസുകൾ, ഇൻ്റർവ്യൂകൾ, ടെസ്റ്റുകൾ, പരീക്ഷാ ഫലങ്ങൾ,
നിങ്ങൾക്ക് അനുകൂലമായിരിക്കാൻ പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥലെ ഞാൻ നിങ്ങളെ യേശുനാമത്തെ ആശീർവദിക്കുന്നു. പിതാപുത്രൻ പരിശുദ്ധാത്മാശ്വരശ്വരെ നീക്കുവാവേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ എപ്പോഴും താലോലിക്കുന്നൊരു വചനം, പലർക്കും പല വചനമായിരിക്കും ക്രിസ്മസ്. എൻ്റെ മനസ്സെപ്പോഴും വരണത് ഈ ലൂക്ക 2:30-31 വചനങ്ങളാണ്. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി, അതാണ് സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അത് എപ്പോഴും ആ ഒരു ബോധം നമുക്ക് ഉണ്ടെങ്കിലേ ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. അതുകൊണ്ടാണ് അത് സന്തോഷമായി വരുന്നത്. ഇപ്പോൾ ഓരോരോ മതങ്ങൾ, ഓരോരോ ദൈവസങ്കല്പങ്ങൾ, പക്ഷേ ഇറ്റ്സ് നോട്ട് ഫോർ ഓൾ. ക്രിസ്തുവിനെ വന്നപ്പോൾ ഹ്യൂമൻ്റായിട്ട് അതിൻ്റെ പ്രൊഫസി അങ്ങനെയാണ്, എല്ലാ മനുഷ്യർക്കും. അപ്പോൾ ക്രിസ്തുമസ്, ഇപ്പോൾ ചിലർ പറയും ഞങ്ങൾ ക്രിസ്ത്യാനികളല്ല, അതുകൊണ്ട് ഞങ്ങൾ സ്റ്റാർ ഇടത്തില്ല എന്ന് പറയും. അവർക്ക് അവരുടെ ഓപ്ഷൻസ് എടുക്കാം. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയാണ് ദൈവം ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചത്. അപ്പം അതുകൊണ്ട് സഭയിലുള്ളവരും ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയുള്ളവരാണ് എന്നുള്ള ബോധ്യം ഏറ്റവും കുറവുള്ള ഒരു സമൂഹമാണ് ഈ മലയാള സമൂഹം. കുറേ കാലങ്ങൾ നമ്മൾ സുവിശേഷം കൈമാറാതെ ഇരുന്ന് വരേണ്യ സവർണ വർഗത്തിന് മാത്രം സുവിശേഷം, വിശ്വാസം അതിനകത്ത് ഒതുക്കി നിർത്തി. എന്നിട്ട് ക്രിസ്ത്യാനിയുടെ ചൈതന്യത്തിൽ അവർ ജീവിച്ചില്ല എന്ന് തന്നെയല്ല, ജീവിക്കാൻ വന്നവരെ തടയുകയും ചെയ്തു. അങ്ങനെ ഒരു കുറേ കാലം വെറുതെ മറ്റുള്ളവരെ ന്യായസ്ഥാനപ്പെടുത്തുക എന്നുള്ളതും തന്നെക്കാൾ കുറഞ്ഞവരാണെന്ന് കുറേ ആൾക്കാർ ബ്രാൻഡ് ചെയ്ത് എന്നിട്ട് അവരെ ന്യായസ്ഥാനപ്പെടുത്തി നമ്മുടെ കൂട്ടത്തിലേക്ക് എടുക്കാതിരിക്കാൻ വേണ്ടി ഇന്നും സ്പർദ്ധയുള്ളവരുണ്ട്. ഇന്നും സ്പർദ്ധയുള്ളവർ മൂടിപ്പതച്ച് ക്രിസ്മസിനെ ഉണ്ണിയെ ചുംബിക്കാൻ പോകുന്നുണ്ട്. പക്ഷെ ഉള്ളിൽ അയിത്തമുണ്ട് മറ്റുള്ളവരെ കുറിച്ച്. ഈ അയിത്തം എന്നുള്ള ആശയം തന്നെ നശിപ്പിച്ചുകൊണ്ടാണ് ഈശോ ഈ ഭൂമിയിലേക്ക് വരണത്. അതാണ് എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത. ഇത് ഈ സുവിശേഷം പിടിച്ചു വെച്ചും കൊടുക്കാതെയും 1500ഓളം വർഷങ്ങളാണ് കേരളത്തിൽ ക്രിസ്ത്യൻസ് വേസ്റ്റാക്കി കളഞ്ഞത്. അത് നിസ്സാര കാര്യമല്ലത്. ഇവിടെ പോർച്ചുഗീസ് മിഷൻസ് വന്നപ്പോഴാണ് എല്ലാവരെയും കർത്താവിൻ്റെ ഈ സുവിശേഷത്തിലേക്ക് അവർ കഷ്ടപ്പെട്ടായാലും പണിപ്പെട്ടായാലും പാടുപെട്ടായാലും പ്രാർത്ഥിച്ചായാലും അവർ ഇന്ത്യയെ സുവിശേഷവൽക്കരിച്ചത്. അത് നമുക്ക് ചരിത്രമാണത്, അങ്ങനെയൊന്നും തൊടാൻ പറ്റത്തില്ല, ചരിത്രമാണത്. ഇന്നും മേൽക്കോയ്മകളുടെ അടിവേരുകളെ കണ്ടെത്തിക്കൊണ്ട് തങ്ങൾ എന്തോ കൂടിയ ഒരു ജാതിയാണ് എന്ന് സ്വയം ധരിച്ചിട്ട് നമ്മളെ കൂടിയ ജാതിയാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് വരാൻ പോകുന്ന വിഷയം എന്താണ്? ബാക്കിയുള്ളത് കുറഞ്ഞവരാണെന്ന് നമ്മൾ പറയേണ്ടി വരും. പറയാതെ പറയും. പക്ഷേ സത്യം പറഞ്ഞാൽ ഹിസ്റ്ററി ശരിക്കും പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പം പകലോ മറ്റും കുടുംബം എന്ന് പറഞ്ഞാലും സൂര്യാരാധനയുള്ള ബുദ്ധമതക്കാരാ. കിള്ളിലെന്ന് പറയണതും ബുദ്ധമത കുലങ്ങളുടെ പേരാ. ഈ ക്രിസ്തു മാർഗത്തിലേക്ക് ആദ്യകാലങ്ങൾ വന്നതെല്ലാം ബൗദ്ധമാർഗങ്ങൾ ഉണ്ടായിരുന്ന ആൾക്കാരാണ് വന്നിരിക്കണത്. അപ്പം എൻ്റെ വിഷയം എന്ന് പറയണത് ഈ ബൗദ്ധമാർഗങ്ങളിൽ നിന്ന് വന്നെങ്കിലും പിന്നീട്
ആര്യന്മാർ ഇൻവേഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ, നമ്മുടെ സാംസ്കാരിക ഇൻവേഷൻ നടത്തി കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഒരു വിഭാഗം ക്രിസ്ത്യൻസ് അവരുടെ കൂടെ അവരുടെ ഒരു റലത്തിൽ പെടാൻ വേണ്ടി പാടുപെട്ട് അങ്ങനെ സവർണ ആധിപത്യം നേടിയിരുന്നപ്പോൾ അവരയിത്തമുള്ളവരായത് കാരണം അവരും അവരുടെ നിലവാരവും വലിയ നിലവാരമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയും സുവിശേഷത്തെ വീണ്ടും ആര്യവൽക്കരിച്ചു. സുവിശേഷത്തെ ആര്യവൽക്കരിച്ചതാണ് കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ സുവിശേഷ വചനഹത്യ എന്ന് പറയുന്നത്. ഇത് ക്രിസ്മസിനെതിരാണ്. എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആര്യവൽക്കരണം എന്ന് പറയുമ്പോൾ ജാതിവൽക്കരണം വരുമല്ലോ അതിൻ്റെ അകത്ത്. അപ്പം ജാതി വരുമ്പോൾ ജനിതകമായിട്ട് വരുമല്ല. അപ്പം അത് ആ വിഷയം സുവിശേഷത്തിൻ്റെ എല്ലാവരെയും ദൈവം സൃഷ്ടിച്ചു എന്നുള്ള കോൺസെപ്റ്റിൽ നിന്ന് മാറിയിട്ട് ചിലരെ തലയിൽ നിന്ന് സൃഷ്ടിച്ച്, ചില നെഞ്ചിൽ നിന്ന് സൃഷ്ടിച്ച്, ചില കാലയിൽ നിന്ന് സൃഷ്ടിച്ചെന്നൊക്കെ പറയേണ്ടി വരും. അപ്പോൾ നമ്മൾ അറിയോ അറിയാതെയോ ഫോളോ ചെയ്തിരുന്നത്, ഇൻക്ലൂഡിങ് ക്രിസ്ത്യൻസ്, സവർണ ക്രിസ്ത്യൻസ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് മനുസ്മൃതിയായിരുന്നു. അതാണ് സുവിശേഷത്തിൻ്റെ ആര്യവൽക്കരണം എന്ന് പറയുന്നത്. ഇന്നും സുവിശേഷത്തിൻ്റെ ആര്യവൽക്കരണത്തിലേക്ക് ആൾക്കാർ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ബ്രാഹ്മണരുടെ ഇടയിൽ തമ്മിലുള്ള അടിവേരികൾ കാണാൻ വേണ്ടി ഒരു പറ്റം സഭാചാത്തകന്മാർ കഷ്ടപ്പെട്ട് നടക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത്. അത് സുവിശേഷം വരുത്തണ ഡാമേജ് എന്ന് പറഞ്ഞാൽ ചെറിയ ഡാമേജ് ഒന്നുമല്ല, വലിയ ഡാമേജാണ് വരുത്തണ. അതിനൊരു സെമിനാർ തന്നെ ഒരു 10-90കളിൽ നടന്നിട്ടുണ്ട് ഇവിടെ. ഞങ്ങൾ നമ്പൂതിരിമാരാണെന്നും പറഞ്ഞ് അതിന് വരുന്ന വിഷയം, അതിൻ്റെ വിഷയം അപ്പോൾ ഒരു ആര്യവൽക്കരണം, സുവിശേഷത്തിൻ്റെ ആര്യവൽക്കരണം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴേ എല്ലാവരും ഒരുപോലെ തന്നെ വരികയാണ്. മറ്റത് മനുസ്മൃതി നമ്മൾ എടുത്ത് കഴിയുമ്പോൾ ജാതി തിരിച്ചുള്ള സൃഷ്ടിക്കലായിട്ട് വരും. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ സത്യവിശ്വാസത്തെ വ്യതിചലിച്ചിട്ട് മനുസ്മൃതി ഫോളോ ചെയ്യുന്ന ആര്യ സുവിശേഷമാണ്. സുവിശേഷത്തിൻ്റെ എന്താണ് അപമാനവീകരിച്ചിട്ടുള്ള ഒരു പതിപ്പാണ് അറിയാതെ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊരു വലിയ ദുരന്തമായിരുന്നു. ഏതായാലും ഒരു കാലഘട്ടത്തിൽ അതെല്ലാം മാറി. ഇന്നും അതിൻ്റെ ആന്തരിക മനോഭാവങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല, ഇല്ലെന്നൊന്നും പറയാതിൻ്റെ കാര്യമില്ല. ഉണ്ട്, അത് ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെയെല്ലാം വെളിച്ചമാകണം ഇതാണ്. എന്താണ്? എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത. അതാണ് ക്രിസ്തു. ആ സദ്വാർത്തയുടെ സന്തോഷം ആയിട്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയുടെ മുമ്പിൽ നിൽക്കുവാൻ കിട്ടിയ ഭാഗ്യത്തിന് നന്ദി പറയുന്നു. എൻ്റെ പേര് അൻസു എന്നാണ്. ഞാൻ കോട്ടയത്തു നിന്നാണ് വരുന്നത്. ഞാനൊരു നേഴ്സാണ്. 7 വർഷത്തിന് മുന്നേ ഞാൻ വിദേശത്തായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ 7 വർഷമായിട്ട് ഞാൻ നാട്ടിലാണ്. എനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്, ഭർത്താവുണ്ട്, ഭർത്താവിൻ്റെ പിതാവുണ്ട്. അപ്പോൾ അവരെയൊക്കെ നോക്കി ഞാൻ 7 വർഷത്തോളം നാട്ടിലായിരുന്നു. അങ്ങനെ ഇരിക്കെ നമ്മുടെ ഇന്നത്തെ ഒരു ചുറ്റുപാടിൽ നമുക്ക് ജീവിത സാഹചര്യങ്ങൾ കൂടുമ്പോൾ നമുക്ക് സാഹചര്യങ്ങളും സാമ്പത്തികവും ഒക്കെ ആവശ്യമായിട്ട് വരുന്ന ഒരു സാഹചര്യം വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ തിരിച്ച് വന്ന ആ ഒരു ജോലിയിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കും. അപ്പോൾ അങ്ങനെ ഞാനും ആഗ്രഹിച്ചു എനിക്കും തിരിച്ച് ജോലിയിലേക്ക് പോകണം എന്ന്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞാൻ തീരുമാനിച്ചു OET പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഞാൻ OET 2024 പഠിക്കാൻ തുടങ്ങി. OET പഠിച്ച് പരീക്ഷയൊക്കെ കഴിഞ്ഞ് ആ സമയമായപ്പോഴേക്കും ഈ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള എല്ലാ റിക്രൂട്ട്മെൻറ്റുകളും അവർ നിർത്തിവെച്ചു. അപ്പം ഞാൻ അങ്ങനെ ഇന്ന സ്ഥലത്ത് പോകണം എന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല, അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല. അപ്പം ഞാൻ ഒന്ന് മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ, അമ്മ എവിടെയാണോ എന്നെ വിടാൻ ആഗ്രഹിക്കുന്നത് ആ സ്ഥലത്ത് വേണം എനിക്ക് പോകാനായിട്ട്. അല്ലാതെ എനിക്ക് ഇന്ന സ്ഥലം എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. പോകുമ്പം ഒരാഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പോകുമ്പം എൻ്റെ കുടുംബത്തെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സ്ഥലമായിരിക്കണം എന്ന് മാത്രമേ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുള്ളായിരുന്നു. അങ്ങനെ ഞാൻ OET ഒക്കെ കഴിഞ്ഞ് റിക്രൂട്ട്മെൻ്റ് എല്ലാം നിർത്തി ആകെ വിഷമിച്ചിരുന്ന സമയത്ത് എൻ്റെ സുഹൃത്ത് ബെൽജിയത്തിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ അടുത്ത സുഹൃത്താണ്. അപ്പം അവൾ എന്നോട് പറഞ്ഞു,
അവിടെ ഏതോ ഒരു സൂപ്പർ മാർക്കറ്റിൽ എവിടെയോ പോയപ്പം 2 കുട്ടികളെ കണ്ടു. അവർ ഇവിടുത്തെ കേരള ഗവൺമെൻറ്റിൻ്റെ റിക്രൂട്ട്മെൻറ്റ് വഴി ബെൽജിയത്തിൽ വന്ന പിള്ളേരാണ്. അപ്പോൾ അവരെ കണ്ട് അവരോട് സംസാരിച്ചു. അപ്പം ഈ വർഷം അവിടെ റിക്രൂട്ട്മെൻറ്റ് ഉണ്ടാവും, അപ്പം നീ അത് അവരുടെ സൈറ്റിൽ ODPCയിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു മാർച്ചൊക്കെ ആയപ്പോഴേക്കും ഇങ്ങനെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഒന്നും വരുന്നില്ല, അപ്ഡേറ്റ്സ് ഒന്നും ഇല്ല. അങ്ങനെ ഇരിക്കെ ഞാൻ മാർച്ചിൽ ഇവിടെ വന്ന് എൻ്റെ 2ാമത്തെ ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാനൊരു ദിവസം ഇങ്ങനെ സൈറ്റിൽ വെറുതെ നോക്കിയപ്പം ഇങ്ങനെ ഒരു ബെൽജിയം റിക്രൂട്ട്മെൻറ്റ് ഇങ്ങനെ കണ്ടു. അപ്പോൾ ഞാൻ വെറുതെ അപ്ലൈ ചെയ്തു. അവിടെ അതിനകത്ത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, നമ്മുടെ കുറച്ച് ഡീറ്റെയിൽസ് മാത്രമായിരുന്നു. അപ്പോൾ ഞാനത് അപ്ലൈ ചെയ്തു, കൊടുത്തു. പക്ഷേ എന്താവും അതിൻ്റെ ബാക്കി എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഡോക്യുമെൻറ്റ്സ് എല്ലാം റെഡിയാക്കി എല്ലാം വെച്ചു. അപ്പം ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ആദ്യം ഒരു മെയിൽ വന്നു, എന്തോ അത് റിജക്ഷനായി എന്നും പറഞ്ഞിട്ട്. നമ്മൾ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാൻ അവർ പറഞ്ഞു, സബ്മിറ്റ് ചെയ്തു. പക്ഷേ അതെല്ലാം എൻ്റെ റിജക്റ്റായി. അപ്പോൾ റിജക്റ്റായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഒത്തിരി വിഷമിച്ചു, ഞാൻ കരഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും കരഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ദിവസമായിരുന്നു. കാരണം ഞാൻ അതുപോലെ ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചിട്ട് എനിക്കത് പെട്ടെന്ന് റിജക്റ്റായി എന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ മാതാവിൻ്റെ രൂപം വെച്ചിരിക്കുന്ന ആ റൂമിൽ പോയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മ എനിക്ക് ഒരു വഴി കാണിച്ചു തരണം, എനിക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരിയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, അവരിങ്ങനെ മെയിൽ അയച്ചു, റിജക്റ്റായി, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ ഒരു നമ്പർ തരാം, ആ നമ്പറിൽ നീ ഒന്ന് വിളിച്ചിട്ട് കാര്യം പറയാൻ പറഞ്ഞു. അപ്പം ഒരു നമ്പർ അയച്ചു, അത് ആരുടെ നമ്പറാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ആ നമ്പറിൽ വിളിച്ചു. ഒരു മാമാണ് ഫോൺ എടുത്തത്. അപ്പം ഞാനിങ്ങനെ കാര്യം പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഒന്നും കൂടെ ഒരു കാര്യം ചെയ്യ്, ഡോക്യുമെൻറ്റ്സ് എല്ലാം മെയിൽ ചെയ്യ്, എന്നിട്ട് നന്നായി പ്രാർത്ഥിക്ക്, ഭാഗ്യമുണ്ടെങ്കിൽ അത് അവർ അക്സെപ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. കാരണം ഇത് നേരിട്ടുള്ള റിക്രൂട്ട്മെൻ്റ് ആയതുകൊണ്ട് തന്നെ ബെൽജിയത്തിലുള്ള അവർ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു, മെയിൽ അയച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി. അപ്പം അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ ആ മെയിൽ അയച്ചു. 1 വീക്ക് കഴിഞ്ഞപ്പോഴേക്കും മെയിൽ വന്നു, സെലക്റ്റായി എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റ് ഉണ്ടായിരുന്നു. ആ ടെസ്റ്റ് 45 മിനിറ്റിനുള്ളിൽ പൂർത്തിയാക്കണമായിരുന്നു. ആ ടെസ്റ്റിനെ പറ്റി എനിക്കൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഞാനത് 40 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞപ്പം മെയിൽ വന്നു, ആ ടെസ്റ്റ് ഞാൻ പാസ്സായി എന്ന് മെയിൽ വന്നു. അതിനുശേഷം എനിക്ക് ഓൺലൈൻ ഒരു ബെൽജിയത്തിൽ നിന്നുള്ള ഒരു ഗ്രൂപ്പിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അവർ 800 പേരുടെയോളം ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും നോക്കിയിട്ട് അതിൽ നിന്ന് അവർക്ക് 73 പേരെ മതിയായിരുന്നു. അപ്പം അതിലൊരാളാകാൻ എനിക്ക് പറ്റുമോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ എങ്കിലും ആ ഇൻ്റർവ്യൂ ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരുന്നു. ആ സമയത്ത് ഞാൻ ഇരുന്ന ഇരിപ്പിടത്തിൽ ഉപ്പ് വിതറി, ഞാൻ അതിലിരുന്നു, കയ്യിൽ കാശ് രൂപവും ഉപ്പും പിടിച്ചു, നാക്കിൽ ഞാൻ എണ്ണ കുരിശു വരച്ചു. എന്നിട്ട് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അവർ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻ്റെയും ഉത്തരങ്ങൾ എനിക്ക് പറയാൻ സാധിച്ചു. എനിക്ക് അങ്ങനെ ഒരു വിഷമം തോന്നിയില്ല, ഞാനൊന്നും പറഞ്ഞില്ല എന്നൊന്നും തോന്നിയില്ല. കാരണം ഞാനല്ല അവിടെ ഒന്നും പറഞ്ഞത്, പരിശുദ്ധ അമ്മയാണ് അതെല്ലാം അവർക്ക് വേണ്ടതൊക്കെ എൻ്റെ നാവിൽ കൂടി പറഞ്ഞത്. അങ്ങനെ ഞാൻ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കോൾ വന്നു, ഞാൻ ആ ഇൻ്റർവ്യൂ സെലക്റ്റായി എന്ന് പറഞ്ഞിട്ട് കോൾ വന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഇത് ഫൈനലല്ല, ഇനിയുണ്ട് ഇൻ്റർവ്യൂസ് എന്ന് പറഞ്ഞു. അങ്ങനെ ഇതുപോലെ തന്നെ 2-3 ഇൻ്റർവ്യൂസ് വേറെ ഉണ്ടായിരുന്നു. അപ്പോഴെല്ലാം ഞാൻ വിശുദ്ധ തൈലവും ഉപ്പും കാശ് രൂപവും ഉപയോഗിച്ചു. അങ്ങനെ ഞാൻ ആ ഇൻ്റർവ്യൂ എല്ലാം പാസ്സായി കഴിഞ്ഞ് എനിക്ക് എത്രയും ഗ്യാപ്പുള്ളതുകൊണ്ട് എനിക്ക് കോട്ടയത്തൊന്നും എനിക്ക് ജോലിയൊന്നും കിട്ടുന്നില്ലായിരുന്നു. കാരണം 7 വർഷത്തെ ഗ്യാപ്പായതുകൊണ്ട് ചെല്ലുന്നിടത്തൊക്കെ അവർ പറയുന്നത് ഗ്യാപ്പ് പറ്റില്ല, 1 വർഷമൊക്കെ പറ്റുള്ളൂ എന്നൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് എറണാകുളത്ത് ലൂർദിൽ ജോലി ചെയ്യാൻ പറ്റി. അപ്പം അങ്ങനെ അവിടെ ജോലി ചെയ്തു. ലാംഗ്വേജ് കോഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ 3 മാസം കഴിഞ്ഞപ്പോഴും ബെൽജിയത്തിൽ നിന്ന് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെത്തി. നമുക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു, അസസ്മെൻറ്റും പ്രാക്ടിക്കലും തിയറിയും എല്ലാം ഉണ്ടായിരുന്നു നഴ്സിങ്ങിൻ്റെ. അങ്ങനെ ആ ടെസ്റ്റൊക്കെ പാസ്സായി. സത്യം പറഞ്ഞാൽ ഇതൊന്നും ഞാൻ സ്വന്തമായിട്ട് എൻ്റെ ഒരു കഴിവുകൊണ്ട് ചെയ്തതല്ല, പക്ഷേ അമ്മയാണ് അതെല്ലാം അവിടെ വന്ന് എനിക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തത്. കാരണം ഞാൻ അത്രയും ആഗ്രഹിച്ചു അവിടെ പോകാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെയായിട്ട്. അപ്പം അങ്ങനെ ഇരിക്കെ ആ ടെസ്റ്റെല്ലാം കഴിഞ്ഞു. അതിനിടയിലും ചെറിയ പ്രതിസന്ധികളൊക്കെ വന്നെങ്കിലും അതൊക്കെ നേരിടാൻ പറ്റി, പരീക്ഷ പാസ്സായി. ഇപ്പം ടിക്കറ്റും വിസയും വന്നു. ഇതാണ് എൻ്റെ ടിക്കറ്റും വിസയും.
അടുത്ത മാസം ഞാൻ ബെൽജിയത്തിലേക്ക് പോവുകയാണ്. ഞങ്ങൾ 73 പേരുണ്ട്, ഒരുമിച്ചാണ് ഞങ്ങൾ പോകുന്നത്. ഈ ഒരു അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇതെനിക്ക് നേടിത്തന്നത് പരിശുദ്ധ അമ്മയാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി അറിയിക്കുന്നു. പിന്നെ എൻ്റെ ഈ ഒരു യാത്രയിൽ എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് റിന്യൂ ചെയ്യണമായിരുന്നു. അപ്പം എനിക്കത് പല കാരണങ്ങൾ, കുഞ്ഞുങ്ങൾ ചെറുതായതുകൊണ്ടും എനിക്ക് പോകാനുള്ള ബുദ്ധിമുട്ട് കാരണവും ഞാൻ മാറ്റി വെച്ചിരുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ എനിക്ക് ഈ റിക്രൂട്ട്മെൻറ്റിലേക്ക് പോകാൻ നേരത്ത് എനിക്ക് ആ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് റിന്യൂ ചെയ്യണമെങ്കിൽ എനിക്കൊരു ID കാർഡ് വേണമായിരുന്നു, ഞങ്ങളുടെ ഹൈദരാബാദിൽ നിന്നുള്ള. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി ഞാൻ അപ്ലൈ ചെയ്ത് 5 മാസം കഴിഞ്ഞപ്പം ഒരു മെയിൽ വന്നു. എന്തൊക്കെയോ ചെറിയ മിസ്റ്റേക്കും എന്തൊക്കെയോ ഈ സ്റ്റേറ്റ് ഡിഫറെൻ്റ് ആയതിൻ്റെയും വ്യത്യാസം കൊണ്ട് അത് ഹോൾഡായി കിടക്കും, അത് കിട്ടാനായിട്ട് പാടാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി. 1ാമത്തെ നിയോഗം എൻ്റെ ആ NOCയും എൻ്റെ ആ NUID അത് രണ്ടും കിട്ടണം എന്നായിരുന്നു. എനിക്ക് ഈ 13-ാം തീയതി ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൽ എനിക്ക് പോകണം, അതായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ NUID വീണ്ടും അപ്ലൈ ചെയ്തു. 1.5 മാസം കഴിഞ്ഞപ്പം ഞാൻ ആ ഏജൻറ്റിനെ വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞു അത് എന്തോ ഇഷ്യൂസാണ്, ഏജൻറ്റുമാർ തമ്മിലുള്ള ഇഷ്യൂസ് കാരണം അവർ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അപ്പം വേറെ ആരെയും ഏൽപ്പിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് ഞാൻ ഒരു ദിവസം മുഴുവൻ ഇവിടെ ഇരുന്നു, പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ ഒരു ഏജൻറ്റിനെ വിളിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞത് ഒരു 45 ദിവസം എടുക്കും ഇത് കിട്ടാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ ബെൽജിയത്തിൽ നിന്നുള്ള അവരുടെ മെയിൽ വരുന്നു. അവരുടെ ഒരു സൈറ്റുണ്ട്, അതിൽ ഒക്ടോബർ 31 മുന്നേ ഈ സർട്ടിഫിക്കറ്റ് എല്ലാം അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ഈ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് റിന്യൂ ചെയ്താൽ മാത്രമേ എനിക്കത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി, ഇനി എന്നെ ചെയ്യുന്നത് അറിയില്ല. അയാൾ പറയുന്നത് 45 ദിവസം എടുക്കുമെന്ന് പറയുന്നു. അങ്ങനെ ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടേയിരുന്നു. ഏത് ചെറിയതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾക്കും ഞാൻ വിശ്വാസപ്രമാണമാണ് കൂടുതലും ചൊല്ലുന്നത്. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും അതിനോടൊപ്പം ചൊല്ലും. അങ്ങനെ അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. 45 ദിവസം എന്ന് പറഞ്ഞ സാധനം ഒരാഴ്ച കൊണ്ട് എനിക്ക് കിട്ടി കയ്യിൽ. അതിനുശേഷം എനിക്ക് വേറൊരു സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു. അപ്പോൾ അത് എങ്ങനെ പോയാലും 1 മാസം എടുക്കും, അത് അല്ലാണ്ട് കിട്ടൂല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരിക്കലും ഈ ഒക്ടോബർ 31 ഇത് സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ അവർക്ക് മെയിൽ അയച്ചു, എനിക്കിങ്ങനെ ഒരു പെൻഡിങ് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, അപ്പോൾ അത് കിട്ടാനായിട്ട് കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു എപ്പം നിനക്ക് പറ്റുമെന്ന് ചോദിച്ചു സബ്മിറ്റ് ചെയ്യാൻ. അപ്പം എനിക്കറിയില്ല എന്നാന്ന്, പക്ഷെ ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചു മാതാവിനോട്. എന്ന് പറയണമെന്ന് എനിക്കറിയില്ല. അപ്പം അമ്മ ഒരു ഡേറ്റ് പറയുവാണെങ്കിൽ ആ ഡേറ്റ് എനിക്ക് പറയാമല്ലോ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പം അമ്മ എന്നെ തോന്നിപ്പിച്ചത് നവംബർ 15 നീ പറ, 15-നുള്ളിൽ അപ്ലോഡ് ചെയ്യാം, അങ്ങനെയാണ് എനിക്ക് തോന്നിച്ചത്. അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു നവംബർ 15 ഞാൻ 15 മുന്നേ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു ഇത് മാതാവ് എനിക്ക് തരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ ഈ ഏജൻറ്റ് പറയുന്നത് 1 മാസമെന്ന്. അങ്ങനെ നോക്കുമ്പം ഇത് കിട്ടാൻ ഒരു വഴിയില്ല. അങ്ങനെ ഇരിക്കുമ്പം ഈ 1 മാസമെന്ന് പറഞ്ഞ ഈ സർട്ടിഫിക്കറ്റ് 4 ദിവസം കൊണ്ട് അദ്ദേഹം എനിക്ക് നേടിത്തന്നു. അങ്ങനെ ആ 4 ദിവസം കൊണ്ട് ആ സർട്ടിഫിക്കറ്റും എനിക്ക് കിട്ടി. അങ്ങനെ അത് കിട്ടിക്കഴിഞ്ഞ് ഞാൻ നേരെ ബാംഗ്ലൂർ പോയി എൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ റിന്യൂ ചെയ്തു. അപ്പം ഞാൻ അവിടെ ചോദിച്ചു ഈ സർട്ടിഫിക്കറ്റ് റിന്യൂ ചെയ്താൽ എപ്പോൾ കിട്ടുമെന്ന് ചോദിച്ചു. അപ്പം അവിടെ ഇരുന്ന് സാറ് പറഞ്ഞു 1 മാസം എടുക്കുമെന്ന്. അപ്പം നവംബർ 4-നാണ് ഞാൻ ഇത് സബ്മിറ്റ് ചെയ്യാൻ പോയത്. അപ്പോൾ നോക്കുമ്പോൾ ഡിസംബർ 4 അപ്പോൾ എനിക്ക് 15-ാം തീയതിയിലേക്ക് പറ്റുകയില്ല. പക്ഷെ ഞാൻ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയാക്കി മാറ്റണം, എനിക്കിവിടെ വന്ന് എല്ലാവരോടും ഈ അത്ഭുതത്തെ പറയണം, അതിനുവേണ്ടി അമ്മ എനിക്കത് തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. നവംബർ 14-ാം തീയതി എൻ്റെ വീട്ടിലേക്ക് ഒരു പോസ്റ്റ് വന്നു. അതെൻ്റെ ആ 1 മാസമെന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റാണ് 10 ദിവസം കൊണ്ട് എൻ്റെ വീട്ടിലെത്തിയത്. അങ്ങനെ ഞാൻ 14-ാം തീയതി തന്നെ 15-ന് മുന്നേ ആയിട്ട് 14-ാം തീയതി തന്നെ ഞാൻ ആ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തു. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടത്തി തന്നു. അപ്പം വിസയും ടിക്കറ്റും ഒക്കെ വന്നു, അടുത്ത മാസം പോവുകയാണ്. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ ജപമാല റാലിയിൽ പങ്കെടുക്കാൻ അതിയായി ഞാൻ ആഗ്രഹിച്ചു. അപ്പോൾ എൻ്റെ കൂടെ കുറച്ച് കുട്ടികളുണ്ട്, അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വന്ന് പങ്കെടുക്കണം എന്ന് ആഗ്രഹിച്ചു. ആ സമയത്ത് ഒരാഴ്ചയ്ക്ക് മുന്നേ ആയപ്പോൾ തന്നെ എനിക്ക് പനി പിടിച്ചു, ചുമ പിടിച്ചു, എനിക്ക് കാലിന് മുട്ടുവേദനയും നടുവേദനയും നേരത്തെ മുതലേ ഉള്ളതാണ്, ഡിസ്കിന് അകലിച്ച് അങ്ങനെയൊക്കെ ഉള്ളതാണ്. അപ്പം എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. ഞാനൊരു
കുറേ ദൂരം നടന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, മുട്ടിനകത്ത് നല്ല വേദനയാണ്. അപ്പോൾ അതൊക്കെ ഓർത്തപ്പോൾ ഞാൻ ഓർത്തു എങ്ങനെ നടക്കും ഇത്രയും ദൂരം, എന്നാലും കുഴപ്പമില്ല, അമ്മയുടെ അടുത്ത് പോകാനായതുകൊണ്ട് ഞങ്ങൾ നോമ്പൊക്കെ എടുത്ത് വരാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ഒരാഴ്ചയോളം എനിക്ക് പനിയും കാലുവേദന, പെട്ടെന്ന് ഒരു ദിവസം രാവിലെ എണീറ്റപ്പോൾ മുട്ടിന് ഭയങ്കര വേദന, ഒരടി പോലും നടക്കാൻ വയ്യ. പിന്നെ 2 ദിവസമേ ഉള്ളൂ റാലിക്ക് പോകാനായിട്ട്. അപ്പം ഞാൻ എല്ലാ ദിവസവും തൈലം തേച്ച് പ്രാർത്ഥിച്ചു, എനിക്കിതിന് പോകണം, ഒരു തടസ്സവും വരുത്തല്ല്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ രാവിലെ പോരാനായിട്ട് വെളുപ്പിനെ അവിടെ നിന്ന് പോകുന്നു എറണാകുളത്തു നിന്ന്. അപ്പോൾ പോരുന്നതിന് മുന്നേ ഞാൻ കുറച്ച് തൈലം എടുത്ത് പ്രാർത്ഥിച്ച് എൻ്റെ മുട്ടിൽ തേച്ചു. താഴെ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോഴും നല്ല വേദനയായിരുന്നു. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, ഹോസ്റ്റലിൽ നിന്ന് വഴിയിലേക്ക് ഇറങ്ങിയതും ആ വേദന എവിടെ പോയിന്ന് എനിക്കിന്നും അറിയില്ല. ആ അമ്മ എൻ്റെ ആ വേദന അത് പാടെ എടുത്ത് മാറ്റി എന്നുള്ളതാണ്. ആ റാലിയിൽ ഞങ്ങൾ മുഴുവൻ സംബന്ധിച്ചു, അർത്തുങ്ക പള്ളി വരെ പോയി. അങ്ങനെ അതൊരു ഭയങ്കര അനുഗ്രഹമായിരുന്നു. പിന്നെ ഇതുവരെയായിട്ടും എനിക്ക് അങ്ങനെ ഒരു വേദന വന്നിട്ടില്ല. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നത്, ഞാൻ എല്ലാവർക്കും പത്രം കൊടുക്കുമ്പോൾ ഞാൻ അവരോട് പറയും എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഇതൊക്കെയാണ്, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ കിട്ടി. അപ്പം നിങ്ങളും നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങളുടെ പത്രത്തിൽ എഴുതി വെച്ചിട്ട് നിങ്ങൾ എന്നും പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും ചെയ്യുന്ന കാര്യം, ഞാൻ പേപ്പറിൽ ഡേറ്റ് ഇട്ട് ഓരോ വിഷയങ്ങൾ എഴുതി എൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്ന ബുക്കിൽ വെക്കും. ആ വിഷയങ്ങളൊക്കെ എനിക്ക് മാതാവ് നടത്തി തന്നിട്ടുണ്ട്. ഞാൻ തരുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അപ്പോൾ ടിക്കിട്ട് വെക്കും, അടുത്ത പേപ്പർ എടുക്കും. അങ്ങനെ ഞാൻ ഇവിടെ വരുമ്പോൾ ആ പേപ്പറെല്ലാം ഇവിടെ കൊണ്ടുവരും, ഇവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ ഞാൻ ഈ പത്രം കൊടുക്കുന്ന എല്ലാവരോടും പറയും നിങ്ങളും അതുപോലെ ചെയ്യണം. ഇങ്ങനെ പത്രം വെച്ചിട്ട് പത്രത്തിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കണം. എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളും നടക്കും. കാരണം ഞങ്ങളുടെ ചെറുപ്പം തൊട്ടേ ഞങ്ങളുടെ അമ്മ ഒരു നല്ലൊരു വിശ്വാസിയാണ്, ദൈവത്തിനോട് മാതാവിനോട് അടുത്ത് നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെ ഞാൻ അങ്ങനെ ചെയ്തു. ആത്മീയമായിട്ട് ഞങ്ങൾ ഇവിടെ എറണാകുളത്ത് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ചാപ്പലുണ്ട്. അപ്പോൾ ഞങ്ങളുടെ അവിടെ രാവിലെയും വൈകുന്നേരം കുർബാനയുണ്ട്. അപ്പം പറ്റുന്ന പോലെ രാവിലെയോ വൈകിട്ടോ ആയിട്ട് കുർബാനയ്ക്ക് പോകും, കുർബാന സ്വീകരിക്കും, കുമ്പസാരിക്കും. പിന്നെ രോഗികൾക്കൊക്കെ എന്തെങ്കിലും നമ്മളെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ചെയ്യും, ഭക്ഷണ പൊതികൾ കൊടുക്കും, പത്രങ്ങൾ എല്ലായിടത്തും പോയി ഹോസ്പിറ്റലിലൊക്കെ കൊടുക്കും. അതൊക്കെയായിരുന്നു ഞാൻ ചെയ്തത്. അപ്പം ഇതൊക്കെയാണ് ദൈവം മാതാവിലൂടെ എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദിയും സ്തുതി അർപ്പിക്കുന്നു. ഈ അൾത്താരയിൽ നിന്ന് ഒരിക്കൽ കൂടി സാക്ഷ്യം പറയുവാനായി, ഈശോയെ മഹത്വപ്പെടുത്തുവാനായി തന്ന ഈ നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു ഈശോയ്ക്ക്. എൻ്റെ പേര് ഫിലോമിന. ശുരൂപതയിൽ നിന്നും ചുറ്റിശ്ശേരി ഇടവകയിൽ നിന്നും വരുന്നു. 2022 നവംബർ 14 ഞാൻ ഉടമ്പടി എടുത്തത്. ഞങ്ങൾക്കൊരു സ്ഥലവും വീടും വിൽക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ ചിറ്റിശ്ശേരി ആണെങ്കിലും ഞങ്ങൾ മാമ്പ്രയിൽ അങ്കമാലി രൂപതയിൽ താമസിച്ചിരുന്നു കഴിഞ്ഞ വർഷം. അപ്പോൾ അവിടെ നിന്നും ആ വീട് വിൽക്കുവാനായി. കാരണം വേറെ ഒന്നല്ല, പള്ളി കുറച്ച് അകലെ ആയതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് വിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് കുറേ ആളുകൾ വന്നിരുന്നെങ്കിലും സ്ഥലം വിൽക്കുവാനോ അല്ലെങ്കിൽ അതിനൊന്നും സാധിച്ചിരുന്നില്ല, പലവിധ തടസ്സങ്ങളാൽ. 24 ഓഗസ്റ്റിൽ ഞാൻ ജൂലൈയിൽ പുതുക്കി വന്നു. ഓഗസ്റ്റ് മാസം 1 ഞാൻ ഈശോയോട് പറഞ്ഞു, ഇനി ഈശോയും മാതാവും കൂടി കൊണ്ടുവരുന്ന വ്യക്തി മാത്രം വീട് കാണാൻ വന്നാൽ മതിയെന്ന്. അങ്ങനെ ഞാൻ ഓഗസ്റ്റ് 31 ഈ വീട് വിൽക്കാനായിട്ട് ഈശോയോട് പറഞ്ഞു, പരിശുദ്ധ അമ്മ വഴി. അപ്പോൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു, ഓഗസ്റ്റ് 31 അപ്പോൾ അത് പ്രകാരം ഓഗസ്റ്റ് 10 ഞാൻ വീണ് 2 കൈയും ഒടിഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. 13 ഒരു സ്ത്രീ വന്നു, വീട് കണ്ടു, ഇഷ്ടപ്പെട്ടു. അപ്പോൾ തന്നെ അവർ ഞങ്ങൾക്കിത് താല്പര്യമുണ്ട്, ഞങ്ങൾക്ക് ഇഷ്ടമായി എന്ന് മകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ ഹോസ്പിറ്റലായിരുന്നു. മകൻ്റെ അടുത്ത് പറഞ്ഞു. മകൻ പറഞ്ഞ വിലയിൽ തന്നെ അവർ അത് സമ്മതിക്കുകയും ചെയ്തു. ഞങ്ങളൊരു വില പറഞ്ഞിരുന്നു ഞാൻ ഈശോയോട്, ഈശോയെ നിനക്കിഷ്ടമുണ്ടെങ്കിൽ ഈ വില ഞങ്ങൾക്ക് വീട് വെക്കുമ്പോൾ കിട്ടണം, ഇല്ലെങ്കിൽ അതല്ലെങ്കിൽ ഈശോയെ നിൻ്റെ ഇഷ്ടം എന്താണോ അത് നിറവേറട്ടെ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അവർ വന്ന് കണ്ടിഷ്ടപ്പെട്ടു. ഞങ്ങൾ പറഞ്ഞ
വിലയ്ക്ക് തന്നെ അവർ സമ്മതിച്ചു. ഞാൻ 13-ാം തീയതി അവർ ഉച്ചയ്ക്ക് മുന്നാണ് അവർ വന്നിരുന്നത്. ഞാൻ 13-ാം തീയതി വൈകിട്ട് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു. മകനപ്പോൾ പറഞ്ഞു 3 ദിവസത്തിനുള്ളിൽ അവർ വിവരം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ വില തന്നെ അവർ സമ്മതിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അവർ 2 ദിവസവും 3 ദിവസവും ഒക്കെ കഴിഞ്ഞ് 4-5 ദിവസമായിട്ടും അവരിൽ നിന്നൊരു റിപ്ലൈ കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ അവരൊരു വിവരവും തന്നിട്ടില്ലല്ലോ എന്ന്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ ആ സ്ത്രീയുടെ കാതിൽ എന്തോ മന്ത്രിക്കുന്നതായി കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി പരിശുദ്ധ അമ്മ ഇടപെട്ടുണ്ട്, അപ്പോൾ കാര്യം ഓക്കെ ആണെന്ന്. അങ്ങനെ പിറ്റേ ദിവസം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഈശോ ഇപ്പോഴും ഒന്നും മറുപടി കിട്ടില്ല. ഈശോ പറയാണ്, ഞാൻ എൻ്റെ അമ്മേനെ അവരുടെ അടുക്കലേക്ക് വിട്ടിട്ടുണ്ട്, അമ്മേനെ അയച്ചിട്ടുണ്ട് അവരുടെ അടുക്കലേക്കെന്ന്. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കായിരുന്നു. ഞാനിങ്ങനെ ഈശോയോട് പറഞ്ഞു, ഈശോയെ ഞാൻ ഈ 4 ജപമാല സമ്പൂർണ്ണ ജപമാല ചൊല്ലി കഴിയുമ്പോഴേക്കും ഞങ്ങൾക്ക് അനുകൂലമായൊരു മറുപടി ഈശോയെ നിനക്കിഷ്ടമുണ്ടെങ്കിൽ അനുകൂലമായൊരു മറുപടി അവരിൽ നിന്ന് കിട്ടണമെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു പ്രാർത്ഥിച്ച് ജപമാല ചൊല്ലി. ഈ 4 ജപമാല ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ പിന്നാലെ തന്നെ അവർ വിളിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇഷ്ടമായി, താല്പര്യമുണ്ട്. മോൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു ഉറപ്പ് വേണ്ടേന്ന് പറഞ്ഞു. അവർ പറയാണ്, ഞങ്ങൾ അടുത്ത മാസം, അതായത് സെപ്റ്റംബർ 12-ാം തീയതി ഞങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യും. അപ്പോൾ ക്യാഷ് എല്ലാം ഒരുമിച്ച് അപ്പോൾ തരാൻ, ഞങ്ങൾക്ക് അഡ്വാൻസായിട്ട് തരാൻ ഞങ്ങൾക്കിപ്പോൾ താല്പര്യമില്ല എന്ന് പറഞ്ഞു. മകനൊന്നും മിണ്ടിയില്ല. പിറ്റേ ദിവസം രാവിലെ അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, ഈശോയെ ഉറപ്പൊന്നുമില്ലാണ്ട് അവർ പറയണതും കാത്ത് വേറെ ആൾക്കാർ വരുമ്പോൾ നമ്മൾ സമ്മതിക്കാണ്ടിരിക്കുക, അങ്ങനെ ഒരു മനസ്സിലൊരു ബുദ്ധിമുട്ട്. അപ്പം ഞാനിങ്ങനെ ഈശോയോട് പറഞ്ഞു, ഈശോയെ ഞങ്ങൾക്കൊരു ഉറപ്പും കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അവർ രാവിലെ ഒരു 10 മണിയായപ്പോൾ മകനെ വിളിച്ച് പറയാണ്, മോനെ അപ്പച്ചൻ്റെ അക്കൗണ്ട് നമ്പർ അയച്ചതായോ, ഞാൻ കുറച്ച് പൈസ ഒരു 5 ലക്ഷം രൂപ ഞാൻ അക്കൗണ്ടിൽ ഇടുന്നുണ്ടെന്ന് പറഞ്ഞു. മോൻ അപ്പോൾ തന്നെ അക്കൗണ്ട് നമ്പർ അയച്ചു കൊടുത്തു. അപ്പോൾ തന്നെ അവർ 5 ലക്ഷം രൂപ അക്കൗണ്ടിൽ ഇടുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും അവർ 20 ലക്ഷം രൂപ കൂടി കൊണ്ടുവന്ന് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് തന്നു. പിന്നീട് അപ്പോൾ അവർ പറഞ്ഞിരുന്നു 12-ാം തീയതി രജിസ്ട്രേഷൻ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അതുപ്രകാരം 12-ാം തീയതി അവർ രജിസ്ട്രേഷനായി ഒരുങ്ങി, അതെല്ലാം ഭംഗിയായി കഴിഞ്ഞു. ഈശോ തന്ന ഈ വലിയ അനുഗ്രഹത്തിന് നന്ദിയും സ്തുതിയും പറയുന്നു. പരിശുദ്ധ അമ്മ അവിടെ ഇടപെട്ട കാര്യങ്ങളിലൂടെ ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നു. അതുപോലെ രണ്ടാമത്തെ ഞങ്ങൾ ചിറ്റിശ്ശേരിയിലൊരു സ്ഥലം വാങ്ങിച്ചിരുന്നു. ആ സ്ഥലത്തിൻ്റെ കരാറ് കഴിഞ്ഞിരുന്നു, പക്ഷേ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ രജിസ്ട്രേഷന് വേണ്ടി ഞാൻ നിയോഗം അതിൽ വെച്ചിരുന്നു. അപ്പോൾ ആ രജിസ്ട്രേഷൻ ഭംഗിയായി ഈ സെപ്റ്റംബറിനുള്ളിൽ തന്നെ 12-ാം തീയതിക്ക് മുന്നേ അതിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞു. പിന്നെ എനിക്ക് പിന്നെ ഒരു സാക്ഷി എന്ന് പറയുന്നത്, കണ്ണിൻ്റെ എനിക്ക് മുട്ടുകൾക്ക് 2 മുട്ടുകൾക്കും നല്ല വേദനയായിരുന്നു. മുട്ടുകുത്താനോ ഇരിക്കാനോ എഴുന്നേൽക്കുവാനോ നടക്കാനോ പറ്റാത്ത വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു, വേദനയായിരുന്നു. കിടക്കുമ്പോൾ പോലും മുട്ടുവേദനയാണ്. അപ്പോൾ അങ്ങനെ പള്ളിയിലൊന്നും മുട്ടുകുത്താൻ തീരെ പറ്റില്ല. അതൊരു 10-15 വർഷമായിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ മുട്ടുവേദന തുടങ്ങിയിട്ട്. പക്ഷേ കൂടുതലായിട്ട് മുട്ടുകുത്താൻ പറ്റാത്ത അവസ്ഥ എനിക്കൊരു 8 വർഷമായിട്ടുണ്ട്. അങ്ങനെ ഞാൻ അപ്പോൾ ഡോക്ടറെ കാണിച്ചു. തീരെ പറ്റാണ്ട് വന്നപ്പോൾ ഡോക്ടറെ കാണിച്ചു. ആദ്യം അവർ പറഞ്ഞിരുന്നു ഒരു 2 മുട്ടിനും എല്ലുതേമാനാണെന്ന് പറഞ്ഞ് അതൊക്കെ അങ്ങനെ കൊണ്ട് നടന്നു. പക്ഷെ തീരെ പറ്റാണ്ട് വന്നപ്പോൾ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു 2 മുട്ടും ഓപ്പറേഷൻ ചെയ്ത് മാറ്റി വയ്ക്കണം, വേറെ ഒന്നും ഇതിനൊരു പരിഹാരമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഈ ഉടമ്പടിയിൽ ഞാൻ നിയോഗം വെച്ചിരുന്നു. മുട്ടുവേദനയ്ക്ക് വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. പിന്നെ ഉടമ്പടി തൈലെടുത്ത് ഞാൻ 2 കാലിൻ്റെ മുട്ടുമലും പുരട്ടി പ്രാർത്ഥിച്ചിരുന്നു. ഇപ്പോൾ എനിക്ക് ഒരു 5-6 മാസം കഴിഞ്ഞിട്ടുണ്ടാവും. എനിക്കിപ്പോൾ മുട്ട് കുത്താനും വിശുദ്ധ കുർബാനയിൽ മുട്ടുകുത്താൻ പറ്റാതെയുള്ള വേദനയുണ്ടല്ലോ, എൻ്റെ
കാരണം വെച്ചാൽ എല്ലാവരും മുട്ടുകുത്തുമ്പോൾ ഞാൻ എഴുന്നേറ്റ് നിൽക്കുക. അപ്പം ഞാൻ ഈശോയോട് പറയായിരുന്നു, ഈശോയെ നിൻ്റെ മുമ്പിലല്ലാണ്ട് പിന്നെ ഞാൻ ആരുടെ മുമ്പിലാണ് മുട്ടുകുത്തുക എന്ന്. അങ്ങനെ പ്രാർത്ഥിച്ച് ഇപ്പോൾ എനിക്ക് 5-6 മാസമായിട്ട് പള്ളിയിൽ വിശുദ്ധ കുർബാനയ്ക്ക് മുട്ടുകുത്തുകയും അതുപോലെ മുട്ടുകുത്തി നിന്ന് ജപമാല ചൊല്ലുവാനും ഇരിക്കാനും കിടക്കാനും എഴുന്നേക്കാൻ നടക്കാനും ഒന്നിനും ഇപ്പോൾ മുട്ടിനൊരു പ്രയാസമില്ല. ഈശോ ഓപ്പറേഷൻ കൂടാതെ തന്നെ പരിശുദ്ധ അമ്മയും ഈശോയും എനിക്ക് ആ മുട്ടുകൾക്ക് പൂർണ്ണ സൗഖ്യം തന്ന് അനുഗ്രഹിച്ചു. പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും നന്ദി പറയുന്നു. പിന്നെ എൻ്റെ കണ്ണുകൾക്ക് തലയുടെ ഈ ഇടതു ഭാഗത്തു നിന്നും കണ്ണിലേക്ക് ഇറങ്ങി നല്ലൊരു ശക്തമായൊരു വേദന വന്നിരുന്നു. അത് ഇടയ്ക്കിടെ ആ വേദന വന്നിരുന്നു. ഞാനത് ഡോക്ടറെ കാണിച്ചു. കണ്ണിലൊഴിക്കാൻ തുള്ളി മരുന്നും കഴിക്കാൻ മരുന്നൊക്കെ തന്നു. 1.5 മാസം അത് ചെയ്തിട്ട് എനിക്ക് ഒരു കുറവുമില്ല. ഞാൻ ഉടമ്പടി തൈലെടുത്ത് പുരട്ടി പ്രാർത്ഥിച്ചു. 5-6 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ആ വേദന, ശക്തമായ വേദന പൂർണ്ണമായിട്ടും വിട്ടുമാറി. കർത്താവ് തന്ന വലിയ സൗഖ്യത്തിന് നന്ദി പറയുന്നു. പിന്നെ ഞാൻ വീട് പണിക്ക് വേണ്ടി നിയോഗം വെച്ചിരുന്നു, ഇപ്പോൾ വാങ്ങിച്ച ആ സ്ഥലത്ത് ചിറ്റിശ്ശേരിയിൽ. അപ്പോൾ അതിൻ്റെ വീടിൻ്റെ പണിയെല്ലാം ഭംഗിയായി ഏതാണ്ട് പൂർത്തിയായി. പിന്നെ അതുപോലെ തന്നെ കിണർ കുഴിച്ചപ്പോൾ അതിൽ പാറയുണ്ടായിരുന്നു, കുറച്ച് വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അത് വെഞ്ചിരിച്ച് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. ഇപ്പോൾ സമൃദ്ധമായി കിണറ്റിൽ വെള്ളമുണ്ട്. ദൈവത്തിന് നന്ദി, പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി. അതുപോലെ പിന്നെ ജോസഫച്ചനെ ഞാൻ സ്വപ്നത്തിൽ രാത്രി എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് 2 പ്രാവശ്യം പരിശുദ്ധ അമ്മ എൻ്റെ അടുക്കൽ രാത്രിയിൽ വന്നു. ഈ ജപമാല റാലിക്ക് ഞാൻ പോകണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. പക്ഷേ എനിക്ക് ലങ്സിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ കുറച്ച് നടക്കുമ്പോൾ കിതയ്ക്കും. അതുപോലെ തന്നെ തണ്ടലുക്ക് എല്ലുകൾക്ക് അകൽച്ചയുണ്ട്, ഡിസ്കുകൾക്ക് അകൽച്ചയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങളുള്ളത് കൊണ്ട് എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണ്. കുറച്ച് നടക്കുമ്പോഴത്തേക്ക് എനിക്ക് നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്നോട് ഭർത്താവും മക്കളും ചോദിച്ചു, എങ്ങനെയാണ് നീ ഇത്രയ്ക്ക് വയ്യാത്ത നീ എങ്ങനെയാണ് ജപമാല റാലിക്ക് പോകുകയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്നെ പരിശുദ്ധ അമ്മയും ഈശോയും കൂടെ എന്നെ നടത്തും, എനിക്ക് വിശ്വാസമുണ്ട്, എനിക്ക് ഉറപ്പുണ്ട്, എന്നെ അമ്മയും ഈശോയും കൂടി കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ തലേ ദിവസം ജപമാല റാലിക്ക് പോണ തലേ ദിവസം ഞാൻ രാത്രി സ്വപ്നം കാണുകയാണ്. പരിശുദ്ധ അമ്മ വന്ന് എൻ്റെ തലയിൽ നല്ലൊരു കിരീടം വെച്ച് തന്നു. അത് കഴിഞ്ഞിട്ട് അമ്മ പറയുകയാണ്, മോളെ ഞാൻ ജപമാല റാലിയിൽ നിന്നെ എടുത്തുകൊണ്ട് പോകുമെന്ന്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പോന്നു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ മാതാവ് ഈശോ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അമ്മ മാതാവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്കൊരു പേടി വിചാരിക്കേണ്ട, വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് അവരാശ്വസിപ്പിച്ച് ഞാൻ ജപമാല റാലിക്ക് പോന്നു. എനിക്ക് യാതൊരുവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുണ്ടായില്ല. പക്ഷെ കുറച്ച് നടക്കുമ്പോഴത്തേക്കും കിതപ്പും നെഞ്ചിൽ ബുദ്ധിമുട്ടും വിഷമവും വരുന്ന ഞാനാണ്. അതുപോലെ തണ്ടലുക്ക് നല്ല വേദന. ഇതൊന്നും എനിക്ക് ആ സമയത്ത് അനുഭവപ്പെട്ടിരുന്നില്ല. എന്നെ ശരിക്കും മാതാവ് എന്നെ എടുത്തു കൊണ്ടുപോവുക തന്നെയായിരുന്നു. വീട്ടിൽ വന്ന് എനിക്ക് അതിനെക്കുറിച്ചൊരു ചിന്ത പോലും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. ഈ വേദനകളെ കുറിച്ച് അതുപോലും എന്നിൽ നിന്നും മറപ്പിച്ച് കളഞ്ഞു. അവിടെ ഞാൻ അന്ന് വീട്ടിലെത്തി പിറ്റേ ദിവസമാണ് എനിക്ക് ഇന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നല്ലോ, ഒന്നും കൂടാതെ എന്നെ മാതാവും ഈശോവും കൂടി എന്നെ ആ ജപമാല റാലിയിൽ പങ്കെടുക്കാനും ഇവിടെ വരാനും വീട്ടിൽ തിരിച്ചെത്താനും എല്ലാറ്റിനും എന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് ഞാനതെന്ന് ഏറ്റുപറയും. വിലാപം 3:22 വചനം ഇങ്ങനെ പറയുന്നു, കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നുമില്ല, അത് ഓരോ പ്രഭാതത്തിലും പുതിയതാണ്. കർത്താവിൻ്റെ സ്നേഹം എപ്പോഴും നമ്മൾ ഓരോ ദിവസവും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്ത രീതിയിൽ തമ്പുരാൻ നമ്മളെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്ന ആ സ്നേഹം എത്ര നമുക്ക് പറഞ്ഞാലും, ആ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞാലും മതി വരില്ല. അപ്പോൾ പിന്നീട് ഞാൻ പറയും, കാരണം എന്ന് വെച്ചാൽ ഈ ഉടമ്പടി സ്വർഗരാജ്യത്തിലേക്കുള്ള വാതിലാണെന്ന്.
കാരണം ഞാൻ മുന്നേ നമ്മൾ പ്രാർത്ഥനയും കാര്യങ്ങളും അതുപോലെ കാരുണ്യപ്രവർത്തികളൊക്കെ ഉണ്ടെങ്കിലും കൂടി പക്ഷേ അതിനൊരു തീഷ്ണത ഉണ്ടായിരുന്നില്ല. കൂടുതൽ ഇപ്പം എനിക്ക് തീഷ്ണതയും അതിലൊരു അത് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹവും ദാഹവും ആ ഒരു വിശ്വാസവും വിശ്വസ്തതയും ഒക്കെ എനിക്ക് ഈ ഉടമ്പടി എടുത്തപ്പോൾ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ കൂടുതൽ ഇതിലൂടെ എനിക്ക് ഈ ഉടമ്പടി എടുത്തതിലൂടെ കൂടുതൽ വിശുദ്ധിയിലേക്ക് വളരാൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കൃപാസനം പത്രം ഞാൻ പ്രാർത്ഥിച്ച് അതുമേൽ കുരിശിട്ടിട്ട് ഞാൻ ബസ് സ്റ്റാൻഡുകളിലും ചിലപ്പോൾ അത് കഴിഞ്ഞ് ഒഴിവുണ്ടെങ്കിൽ ചിലപ്പോൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകേണ്ടി വരുമ്പോൾ അതും കൈപ്പിടിക്കും ഞാൻ. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലും കൊടുക്കും. അതുപോലെ തന്നെ ഭക്ഷണം വീട്ടിലുണ്ടാക്കി അത് പൊതിച്ചോറാക്കി അങ്ങനെ പാവപ്പെട്ടവർക്ക് അത് കൊണ്ടു കൊടുക്കുകയും പറ്റുന്ന സഹായം പൈസ കൊണ്ടൊക്കെ സഹായിക്കും. അതുപോലെ ഞങ്ങളുടെ അവിടെ ചിറ്റിശ്ശേരിയിൽ ഓൾഡ് ഏജ് ഹോമുണ്ട്. അമ്മമാരെ പോയി അവരെ കുളിപ്പിക്കും, അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കും. അങ്ങനെ ദൈവം തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് കർത്താവിന് ഒരുപാട് നന്ദി സ്തുതിയും പറയുകയാണ്. ഇനിയും തമ്പുരാൻ്റെ അളവില്ലാത്ത സ്നേഹം ഓരോ നിമിഷവും നമ്മൾ അനുഭവിച്ചറിഞ്ഞ് ആ വിശ്വസ്തതയിലും വിശുദ്ധിയിലും മുന്നോട്ട് ജീവിക്കുവാനായിട്ട് ഞാനിപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടും പരിശ്രമിച്ചും കൊണ്ടിരിക്കുന്നു. ദൈവം തന്ന എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും എത്രമാത്രം നന്ദി പറഞ്ഞാലും മതി വരില്ല. ഒരുപാട് നന്ദിയും സ്തുതി അർപ്പിക്കുന്നു. ദൈവമഹത്വത്തിനായി ഞാൻ ഈ സാക്ഷ്യം ഇവിടെ എൻ്റെ പൊന്നൂശോയ്ക്കും എനിക്ക് ലഭിച്ച ഈ അനുഭവ സാക്ഷ്യം ഈ ഒരു അൾത്താരയിൽ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ പേര് ഷീബ റാഫേൽ. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ തൃശ്ശൂരിൽ തന്നെ സെൻറ്റ് തോമസ് കോളേജിൽ അധ്യാപികയായി അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ഞാൻ ജോലി ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കോളേജ് അധ്യാപകർക്ക് വേണ്ട യോഗ്യതകളിൽ ഒന്നാണ് PhD പഠനം. അതുമായി ബന്ധപ്പെട്ട് 2017 ഞാൻ എൻ്റെ PhD ഗവേഷണം ഞാൻ ആരംഭിച്ചു. ഞാനൊരു സുവോളജി പഠിപ്പിക്കുന്ന അധ്യാപികയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഗവേഷണത്തിനായി തിരഞ്ഞെടുത്ത വിഷയം ഇരട്ടവാലൻ, അതായത് നമ്മുടെ ബുക്കുകളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ ഇൻസെക്റ്റാണ്. ഇംഗ്ലീഷിൽ അതിനെ സിൽവർ ഫിഷ് എന്നാണ് പറയുന്നത്. ഇരട്ടവാലനിലാണ് ഞാൻ ഗവേഷണം ആരംഭിച്ചത്. ആ ഒരു ടോപ്പിക്ക് ഞാൻ സെലക്ട് ചെയ്യാനുള്ള കാരണം ആ ഒരു മേഖലയിൽ കേരളത്തിൽ ഇന്നോളം ആരും തന്നെ വർക്ക് ചെയ്തിട്ടില്ല, ഗവേഷണം നടത്തിയിട്ടില്ല. ഇന്ത്യയിലും വളരെ റെയറായിട്ട് മാത്രമുള്ള ചെറിയ ഗവേഷണങ്ങൾ മാത്രമാണ് പുറത്തോട്ട് വന്നിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾ നടക്കുന്നത് ഓസ്ട്രേലിയയിലാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഗൈഡ് എനിക്ക് വേണ്ടിയിട്ട് എല്ലാ സപ്പോർട്ടും തന്നു. അതിൽ നമുക്ക് ഗവേഷണം ആരംഭിക്കാം. കാരണം ആരും ചെയ്യാത്ത ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പം അതിന് കുറച്ചും കൂടി റെലവൻസ് കൂടുതലാണല്ലോ. അങ്ങനെ 2017 ഞാൻ ഗവേഷണം ആരംഭിച്ചു. പക്ഷേ 2 വർഷത്തോളം ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള പഠനങ്ങൾ ഞാൻ നടത്തി. പക്ഷേ എനിക്ക് മനസ്സിലാക്കി ഞാൻ കേരളത്തിലുള്ള പല ജില്ലകളിലും നടന്ന് ഈ ഒരു ഇൻസെക്റ്റിനെ മാക്സിമം ഞാൻ കളക്ട് ചെയ്തു. പക്ഷേ ഇൻസെക്റ്റിനെ അതിൻ്റെ ഡൈസെക്ഷൻ ചെയ്യണം, മൈക്രോസ്കോപ്പിലൂടെ നമ്മളതിൻ്റെ സ്ട്രക്ചർ പഠിക്കണം. അതിനുശേഷമാണ് അത് ഏത് സ്പീഷീസാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ 2 വർഷം ഞാൻ ഈ ഒരു ഇൻസെക്റ്റുമായിട്ട് എൻ്റെ ലാബിൽ മണിക്കൂറുകളോളം, ദിവസങ്ങളോളം, മാസങ്ങളോളം ഞാൻ ചിലവഴിച്ചു. പക്ഷേ ഇതിനെക്കുറിച്ച് പഠിക്കാനോ ഇതിനെ എനിക്ക് ഡൈസെക്റ്റ് ചെയ്യേണ്ട മെത്തേഡ് ഏതാണെന്നോ ഒന്നും തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇതിന് വേണ്ടിയിട്ടുള്ള ഡയറക്ഷൻസ് പറഞ്ഞു തരാനായിട്ട് കേരളത്തിൽ ആരും തന്നെ ഇല്ല. ഇന്ത്യയിൽ ഒരേ ഒരാളാണ് ഇത് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ആളായിട്ട് ഞാൻ പല മെയിൽ അയച്ചെങ്കിലും എനിക്ക് പ്രത്യേകിച്ച് കോണ്ടാക്റ്റ് ഒന്നും എനിക്ക് ലഭിച്ചില്ല. അങ്ങനെ ഞാൻ എൻ്റെ കഴിവിൽ തന്നെ ഞാൻ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് വീണ്ടും ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ഞാൻ ചിലവഴിച്ചു. 2017 തുടങ്ങിയ റിസർച്ച് 2022 വരെ ഞാൻ കൊണ്ടുപോയി. പക്ഷേ ഒരു ഇമ്പ്രൂവ്മെൻറ്റും അതിനകത്ത് നടന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഈ ജൈവശാസ്ത്രത്തിൽ ഗവേഷണം നടത്തുന്ന കേരളത്തിലെ പല സീനിയറായിട്ടുള്ള സയൻറ്റിസ്റ്റുമാരുടെ ഉപദേശം തേടാനായിട്ട് ഞാൻ സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ ഞാൻ ഒരു വിസിറ്റ് നടത്തുകയുണ്ടായി. അപ്പോൾ ആ ഒരു ശാസ്ത്രജ്ഞന്മാരായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അവരാദ്യമേ എന്നോട് പറഞ്ഞത്, മോളെ ഈ ഒരു വിഷയം നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം കേരളത്തിലോ ഇന്ത്യയിലോ ഇതിനെക്കുറിച്ച് വർക്ക് നടക്കുന്നില്ല. പിന്നെ ഇതൊരു വളരെ പ്രിമിറ്റീവായിട്ടുള്ളൊരു ഇൻസെക്റ്റാണ്.
ഇതിന് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് മോള് ഇതിലോട്ട് ഇനി മുമ്പോട്ട് പോകണ്ട, പെട്ടെന്ന് തന്നെ ഈ ഒരു സബ്ജക്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് വേറൊരു സബ്ജക്റ്റ് സെലക്ട് ചെയ്യണം. അത് കേട്ടപ്പോൾ ഞാനാകെ തളർന്നു പോയി. കാരണം ഓൾറെഡി 3 വർഷം അതിന് വേണ്ടിയിട്ട് ഞാൻ സമയം സ്പെൻഡ് ചെയ്തു. കുറേ ജില്ലകളിൽ സന്ദർശിച്ച് കുറേ ഇൻസെക്റ്റുകളെ ഞാൻ കളക്ട് ചെയ്തു. പക്ഷേ എനിക്കൊന്നും തന്നെ എൻ്റെ കഴിവുകൊണ്ട് ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും സാധിച്ചില്ല. അപ്പോഴൊക്കെ എൻ്റെ അമ്മ എന്നോട് പറയും, മോൾ കൃപാസനത്തിൽ പോയിട്ട് ഒരു ഉടമ്പടിയായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ അത് നടക്കുമെന്ന് കൂടെ എന്നോട് പറയാറുണ്ടായിരുന്നെങ്കിലും ഞാൻ എന്തിനാണ് അവിടെ പോയിട്ട് പ്രാർത്ഥിക്കുന്നത്, അല്ലാണ്ട് തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പറ്റാവുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഞായറാഴ്ചകളിൽ ഞാൻ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട്. കുടുംബ പ്രാർത്ഥനയും പരമാവധി ഞാൻ ഒഴിവാക്കാറില്ല. ബൈബിൾ വായന എനിക്കുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു 6 വർഷം മുമ്പോട്ട് പോയിട്ടും എനിക്ക് ഒരു പ്രോഗ്രസ്സും ഉണ്ടായില്ല. അവസാനം ഞാൻ അമ്മ പറഞ്ഞതുപോലെ അമ്മേനെ അനുസരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 2022 നവംബർ മാസത്തിലാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വരുന്നത്. അപ്പോൾ മാതാവിനോട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വിശുദ്ധീകരണം വന്നു. എല്ലാ ദിവസവും ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും ബൈബിൾ വായനയ്ക്കായിട്ട് ഞാൻ ഒരു അരമണിക്കൂർ ഞാൻ സമയം ചെലവഴിക്കാനായിട്ട് തുടങ്ങി. പിന്നീട് ഞാൻ എൻ്റെ റിസർച്ച് ലാബിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പ്രബന്ധങ്ങൾ ഞാൻ ഗൂഗിളിൽ ഞാൻ സെർച്ച് ചെയ്ത് വായിക്കും. അപ്പോൾ ഒരു പേര് എനിക്ക് സ്ട്രൈക്ക് ചെയ്തു. അതായത് ഓസ്ട്രേലിയയിൽ ഇതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിലുള്ള ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേര് എൻ്റെ മനസ്സിൽ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാധ്യസ്ഥം കൊണ്ട് ഒരു പേര് സ്ട്രൈക്ക് ചെയ്തു, ഡോക്ടർ ഗ്രേം സ്മിത്ത്. അപ്പോൾ എനിക്ക് മാതാവ് ഉള്ളിലിരുന്ന് തന്നെ തോന്നിപ്പിക്കുകയാണ്, ആ ഒരു സയൻറ്റിസ്റ്റിന് മോളൊരു ലെറ്റർ എഴുത്, മോളുടെ വിഷമങ്ങൾ പറഞ്ഞുകൊണ്ട് മോളെ സഹായിക്കാൻ പറ്റുമെന്ന് ചോദിച്ചുകൊണ്ട് ഒരു ലെറ്റർ എഴുതാൻ പറഞ്ഞിട്ട് മാതാവ് എന്നെ കൊണ്ട് തോന്നിപ്പിക്കുകയാണ്. എപ്പോഴും മാതാവിൻ്റെ കാശുരൂപം എൻ്റെ കയ്യിൽ ഞാൻ പിടിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എൻ്റെ ലാബിൽ തന്നെ ഒരുപാട് റിസർച്ച് സ്കോളേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അവരും അവരുടെ ഇതുപോലെയുള്ള ഡിഫിക്കൽട്ടി സിറ്റുവേഷൻസിൽ ഫോറിൻ ഓതേഴ്സായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ അവരത്രയും തിരക്കുള്ള മനുഷ്യരായതുകൊണ്ട് പലപ്പോഴും തിരിച്ചൊരു റിപ്ലൈ കിട്ടാറില്ല. പക്ഷെ മാതാവിൻ്റെ ഒരു ഇടപെടൽ മൂലം ഞാൻ മനസ്സോടെ ഞാനൊരു ഇമെയിലിൽ എൻ്റെ ബുദ്ധിമുട്ട്, ഞാൻ കേരളത്തിൽ നിന്നുള്ളൊരു ഗവേഷകയാണ്, ഞാൻ സിൽവർ ഫിഷിലാണ് വർക്ക് ചെയ്യുന്നത്, പക്ഷേ എനിക്കിതിനകത്ത് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഞാനൊരു മെയിൽ അയച്ചു. വിത്തിൻ 20 മിനിറ്റ്സിനുള്ളിൽ വലിയൊരു ലെറ്ററാണ് എനിക്ക് തിരിച്ചു വന്നത്. അപ്പോൾ സാറിന് ഭയങ്കര സന്തോഷമായി. കാരണം ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യാനായിട്ട് ആരും മുമ്പോട്ട് വരുന്നില്ല. കാരണം അത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു മേഖലയാണത്. സിൽവർ ഫിഷിനെ കുറിച്ച് പഠിക്കാനായിട്ട് മുമ്പോട്ട് വരാത്തതും അതിൻ്റെ അത്രയും ഡിഫിക്കൽട്ട് സ്ട്രക്ചർ ആയതുകൊണ്ടാണ്. അപ്പോൾ സാർ എല്ലാ ഹെൽപ്പും വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള ഒരു ലെറ്ററാണ് എനിക്ക് അയച്ചത്. അതുമാത്രമല്ല, ഞാൻ എൻ്റെ പഠനകാലത്ത് ഈ ഒരു 6 വർഷം കൊണ്ട് പല പേപ്പേഴ്സ് ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതെല്ലാം സ്പാനിഷിലും ലാറ്റിൻ ലാംഗ്വേജസിലൊക്കെയാണ് ഫോറിൻ ഓതേഴ്സ് അത് എഴുതിയിരിക്കുന്നത്. അതൊന്നും ഡൗൺലോഡബിൾ ഫോർമാറ്റിലല്ല. ഡൗൺലോഡ് ചെയ്താലേ എനിക്കിത് വായിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ബേസിക് ആയിട്ടുള്ള സ്റ്റഡീസ് എനിക്ക് ഇമ്പോസിബിൾ ആയിരുന്നു. അപ്പോൾ ഈ ഒരു വ്യക്തിയായിട്ട് പരിചയപ്പെട്ടപ്പോൾ ഈ വ്യക്തിയിലൂടെ വീണ്ടും മാതാവ് ഇടപെടുകയാണ്. മാതാവ് എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വ്യക്തി ഈ ഒരു സ്പാനിഷിലും ലാറ്റിൻസിലും ഉള്ള ഈ ഒരു ലെറ്റേഴ്സ് എല്ലാം, ഈ പഠനങ്ങളെല്ലാം എനിക്ക് വേണ്ടിയിട്ട് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് അതെല്ലാം ഒരു പെൻ ഡ്രൈവിലാക്കി എനിക്കത് അയച്ചു തന്നു. ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു അത് ദൈവം മാതാവ് എവിടെയോ ഇരുന്നിട്ട് എനിക്ക് വേണ്ടിയിട്ട് ആ ഒരു ശാസ്ത്രജ്ഞന്മാരിലൂടെ വർക്ക് ചെയ്തതാണ്. കാരണം ഒരിക്കലും ഒരു സീനിയറായിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞന്മാർ ഒരിക്കലും ഇത്രയും എഫേർട്ട് എടുക്കില്ല. അവരെനിക്ക് കുറേ ഹാർഡ് കോപ്പീസും പെൻ ഡ്രൈവും ഒക്കെ ആക്കി എനിക്ക് അയച്ചു തന്നു. അപ്പോൾ അവർ കുറേ ഡയറക്ഷൻസ് പറഞ്ഞു തന്നു, ഡൈസെക്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എല്ലാം എനിക്ക് പറഞ്ഞു തന്നു. അപ്പോൾ ഞാൻ വീണ്ടും പ്രതീക്ഷയോടുകൂടി, മാതാവിൻ്റെ കാശുരൂപം എപ്പോഴും എൻ്റെ കയ്യിലുണ്ട്, ഞാൻ പ്രാർത്ഥിക്കും, പ്രതീക്ഷയോടുകൂടി ഞാൻ മൈക്രോസ്കോപ്പിന് മുമ്പിൽ എത്തുകയാണ്. വീണ്ടും അവർ പറഞ്ഞ നിർദ്ദേശം അനുസരിച്ച് മൈക്രോസ്കോപ്പിലൂടെ ഇതിനെ ഞാൻ ഡൈസെക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷേ വീണ്ടും എനിക്ക് എൻ്റെ കണ്ണുകൾ കൊണ്ട് പല സ്ട്രക്ചേഴ്സും കാണാനായിട്ട് പറ്റുന്നില്ല. വീണ്ടും ഞാൻ ഭയങ്കര നിരാശയായി. വീണ്ടും ഞാൻ അപ്പോഴൊക്കെ ഞാൻ ബൈബിളാണ് ഞാൻ ഡിപ്പെൻഡ് ചെയ്യുക. അപ്പോൾ കുറച്ചും കൂടി ഞാൻ ബൈബിളിലോട്ട് കുറച്ചും കൂടി ആഴപ്പെട്ടു. കാരണം മനുഷ്യരോട് പറഞ്ഞു കഴിഞ്ഞാൽ അതാർക്കും മനസ്സിലാവില്ല. ആരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവർ എന്നോട് തിരിച്ചു പറയുക, എൻ്റെ മോളെന്ന് വെച്ചാൽ തീരെ പറ്റുന്നില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്തോ, എന്തായാലും ഒരു 3-4 വർഷം നമുക്ക് മിസ്സായി, സാരില്ല, ഇനി നമുക്ക് സമയമുണ്ട്, ഒരു പുതിയ ടോപ്പിക് എടുത്തോ, എന്നിട്ട് അതിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഒരു ആൻസർ മാത്രമാണ് എനിക്ക് തിരിച്ച് കിട്ടുക. അപ്പോൾ ഞാൻ കൂടുതലും ബൈബിൾ വായനയിലോട്ട് കടക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ എൻ്റെ റിസർച്ച് ലാബിൽ ഞാൻ എൻ്റെ ബൈബിൾ കൊണ്ടുവയ്ക്കും. എന്നിട്ട് എനിക്ക് ഡൈസെക്റ്റ് ചെയ്യാനായിട്ട്
ഞാൻ ശ്രമിക്കും. സ്ട്രക്ചേഴ്സ് ഒന്നും തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ കണ്ണുകൾ കൊണ്ട് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ ബൈബിൾ തുറന്ന് വായിക്കും. അങ്ങനെ വായിച്ചപ്പം എനിക്ക് കിട്ടിയ ഒരു വചനം ഇതായിരുന്നു. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ അധ്യായം 23 വാക്യങ്ങൾ 19 തിരുവചനം. കർത്താവിൻ്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ളതാണ്. അപ്പോൾ അത് എനിക്ക് തന്നൊരു വചനമായിട്ട്, കാരണം എൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്തൊരു കാര്യം ദൈവത്തിൻ്റെ കണ്ണുകൾ കൊണ്ട്, കാരണം ആ മൈക്രോസ്കോപ്പ് നമുക്കറിയാം, ചെറിയ വസ്തുക്കളെ ഒരുപാട് വലുതാക്കി കാണിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് മൈക്രോസ്കോപ്പ്. പക്ഷെ അതിനേക്കാളും പ്രകാശവും വ്യക്തതയുമുള്ള എൻ്റെ കർത്താവിൻ്റെ കണ്ണുകൾ വെച്ചുകൊണ്ട് എനിക്ക് ആ ഒരു സ്ട്രക്ചേഴ്സ് പഠിക്കാൻ പറ്റും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. എല്ലാ ദിവസവും പിറ്റേ ദിവസം മുതൽ ഞാൻ ഡിസെക്ഷനിലേക്ക് വേണ്ടിയിട്ട് വരുമ്പം ഈ ഒരു വചനം, ഒരു നോട്ട്ബുക്ക് ഞാൻ കീപ്പ് ചെയ്ത് ഈ ഒരു വചനം 10 തവണ ഞാൻ എഴുതും. എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കും, മാതാവേ, എൻ്റെ ഈശോയെ, എൻ്റെ ഈശോ എന്നിലൂടെ ഈശോയുടെ കണ്ണുകൾ പ്രവർത്തിക്കണമേ, ഈ ഒരു സ്ട്രക്ചർ പഠിക്കാനായിട്ടുള്ള ബോധ്യം എനിക്ക് മനസ്സിലാക്കി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഡിസെക്ഷനിലോട്ട് ഇരിക്കുന്നത്. പിന്നീട് എനിക്ക് ആ ഒരു ഡിസെക്ഷൻ പ്രോസസ്സ് വളരെ സിമ്പിളായി തോന്നി. എനിക്ക് പരിചയമില്ലാതിരുന്ന പല സ്ട്രക്ചേഴ്സും എനിക്ക് വളരെ ഈസി ആയിട്ട് എൻ്റെ കർത്താവിൻ്റെ കണ്ണുകളിലൂടെ എനിക്ക് പഠിക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ 6 വർഷം കൊണ്ട് എനിക്ക് സാധിക്കാതിരുന്ന എൻ്റെ പഠനം 2 വർഷം കൊണ്ട് 2022 ഞാൻ ഉടമ്പടി എടുക്കുന്നത്. 2022 നവംബർ മാസത്തിലാണ് എൻ്റെ ഗവേഷണം പൂർത്തിയാക്കി. മിനിഞ്ഞാന്ന്, അതായത് 15-ാം തീയതി, ഡിസംബർ 15-ാം തീയതി 2025 ഡിസംബർ 15-ാം തീയതിയാണ് എക്സാമിനേഴ്സ് ഓഫീഷ്യൽസൊക്കെ വന്നിട്ട് എൻ്റെ ഗവേഷണം അവർ പഠിച്ച് എനിക്ക് ഡോക്ടറേറ്റ് തരികയുണ്ടായി. ഇപ്പം ഞാൻ ഷീബ റാഫേൽ അല്ല, നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഡോക്ടർ ഷീബ റാഫേലായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ പഠനത്തിലൂടെ കേരളത്തിന്, ലോകത്തിന് തന്നെ കർത്താവിൻ്റെ സൃഷ്ടി എന്ന് പറയുന്നത് അത്രയും സങ്കീർണമാണ്. അപ്പോൾ ഞാൻ ദൈവത്തിന് വീണ്ടും നന്ദി പറയാണ്. ആ ഒരു സൃഷ്ടിയുടെ ചെറിയൊരു കണ്ണിക മാത്രമാണ് ഞാൻ പഠിച്ചത്. ആ ഒരു കണ്ണിക പഠിക്കാനായിട്ട് ഞാൻ ദീർഘമായിട്ടുള്ള 8 വർഷങ്ങളാണ് എടുത്തത്. അത് എൻ്റെ ഒരു കഴിവ് കൊണ്ട് ഞാൻ 6 വർഷം ഞാൻ വേസ്റ്റ് ചെയ്തു. പക്ഷെ ദൈവത്തിൻ്റെ കഴിവിൽ ഞാൻ ആശ്രയിച്ചപ്പോൾ അത്രയും സ്പീഡപ്പാക്കിയിട്ട് എൻ്റെ ഒരു ഗവേഷണം, എൻ്റെ പ്രബന്ധത്തിൽ 6 ചാപ്റ്റേഴ്സാണുള്ളത്. ഈ ഒരു 6 ചാപ്റ്റേഴ്സ് എനിക്കൊരു 2 വർഷം കൊണ്ട് എഴുതി തീർക്കാൻ സാധിച്ചു. അതുമാത്രമല്ല, ലോകത്തിന് അജ്ഞാതമായിട്ടുള്ള 2 പുതിയ സ്പീഷീസുകളെ എനിക്ക് ലോകത്തിന് റിപ്പോർട്ട് ചെയ്യാൻ പറ്റി. ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള 5 സ്പീഷീസും കേരളത്തിന് പുതിയതാണ്. കാരണം കേരളത്തിൽ 0 റിപ്പോർട്ടാണ്. എൻ്റെ ഗവേഷണത്തിന് മുമ്പ് കേരളത്തിൽ 0 റിപ്പോർട്ടായിരുന്നു. എൻ്റെ ഗവേഷണത്തിന് ശേഷം 5 സ്പീഷീസ് ഞാൻ റിപ്പോർട്ട് ചെയ്തില്ല. 5ഉം കേരളത്തിന് പുതിയതാണ്. അതിൽ 2 എണ്ണം ലോകത്തിന് തന്നെ എനിക്ക് സമ്മാനമായിട്ട് കൊടുക്കാനായിട്ട് പറ്റി. അത് എൻ്റെ മാതാവിൻ്റെയും എൻ്റെ പൊന്നു തമ്പുരാൻ്റെയും സാന്നിധ്യം കൊണ്ടും സഹായം കൊണ്ടും മാത്രമാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അതുമാത്രമല്ല, എൻ്റെ ഓപ്പൺ ഡിഫൻസ് മിനിഞ്ഞാന്നായിരുന്നു. അപ്പോൾ ഞാനൊരു അധ്യാപികയാണെങ്കിലും ഒഫീഷ്യൽസൊക്കെ എൻ്റെ മുമ്പിൽ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ എനിക്കും എൻ്റെ ഗൈഡിനും ഉണ്ടായിരുന്നൊരു ടെൻഷൻ. നന്നായിട്ട് തന്നെ ഗവേഷണം പൂർത്തിയാക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ അത് നല്ല രീതിയിൽ ഒരു ക്രൗഡിൻ്റെ മുമ്പിൽ ഷീബയ്ക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എൻ്റെ ഗൈഡിന് ഭയങ്കര ഒരു ടെൻഷനുള്ള കാര്യമായിരുന്നു. പക്ഷെ അപ്പോഴും ഞാൻ എൻ്റെ കാശുരൂപം മുറുകെ പിടിച്ചുകൊണ്ടാണ് ആ സ്റ്റേജിൽ കയറുന്ന വരയ്ക്കും എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ഈ കാശുരൂപം പിടിച്ച് ഞാൻ ആ സ്റ്റേജിലേക്ക് എൻ്റെ പ്രബന്ധം അവതരിപ്പിക്കാനായിട്ട് കയറിയപ്പോൾ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു. ഒരു ആത്മാവിൻ്റെ അരൂപി എൻ്റെ മേൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് ഒരു ഫീലിംഗ് എനിക്ക് നന്നായിട്ടുണ്ടായി. വളരെ കൂളായിട്ട് എനിക്ക് അവർ ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ നന്നായിട്ട് എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റി. എൻ്റെ ഡിസ്കവറീസ് എല്ലാം ആ ഒരു ക്രൗഡിൻ്റെ മുമ്പിൽ വളരെ സ്മൂത്തായിട്ട് എനിക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ടും സാധിച്ചു. എന്നെ ഈ ഒരു നിലയിലേക്ക് ഉയർത്തിയ എൻ്റെ തമ്പുരാന്, എനിക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ച പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. രണ്ടാമതായിട്ട് എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള ഒരു നവീകരണമാണ്, ജീവിത നവീകരണമാണ്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ ഞാൻ ഈ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ പ്രാർത്ഥിക്കും. അതിനുവേണ്ടി പക്ഷേ ഞാൻ സമയമൊന്നും സ്പെൻഡ് ചെയ്യാറില്ല. സമയം കിട്ടുമ്പോൾ മിക്കവാറും സൺഡേസ് മാത്രമാണ് ഞാൻ കുർബാനയ്ക്ക് പോകാറുള്ളൂ. ബൈബിൾ വായന തീരെയില്ല. കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് വായിക്കുന്ന 2-3 മിനിറ്റ് ആ ഒരു ബൈബിൾ റീഡിങ് മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അതിനുശേഷം ഇപ്പോൾ ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ തൃശ്ശൂർ ഇത്ര അധികം പള്ളികളുണ്ടോ എന്നുള്ളത് മനസ്സിലായത് ഇപ്പോഴാണ്. കാരണം എനിക്ക് എല്ലാ ദിവസവും നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പോലെ എനിക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു ഭയങ്കര ഒരു ഫീലിംഗ് ആണ്. ആ ഒരു ദിവസം എനിക്ക് ഇൻകംപ്ലീറ്റ് ആയൊരു ഫീലിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ പള്ളികളിലെയും ടൈമിങ്സൊക്കെ ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ച്
എനിക്കൊരു ടൈം ശരിയായിട്ടില്ലെങ്കിൽ അടുത്ത ടൈമിലോട്ട് ഞാൻ കടന്ന് ഏതെങ്കിലും ഒരു പള്ളിയിൽ പോയിട്ട് ഞാൻ വിശുദ്ധ ബലി അർപ്പിക്കും. എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടായാലും അതുവരെ എനിക്ക് സമയമില്ല, എനിക്ക് കുമ്പസാരിക്കാൻ സമയമില്ല, എനിക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ സമയമില്ല. അപ്പോൾ ഇപ്പോഴും എനിക്ക് ജോലി തിരക്കാണ്, ഇപ്പോഴും എനിക്ക് ജോലി തിരക്കുണ്ട്. ഞാൻ ഗവേഷണം ചെയ്യുന്നുണ്ട്, കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്, എനിക്ക് 2 മക്കളുണ്ട്, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം. പക്ഷേ ഈ ജോലി തിരക്കിനിടയിലും എനിക്കിപ്പോൾ സമയം കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ദൈവത്തോട് കൂടിയായിരിക്കുമ്പം എനിക്ക് ലഭിക്കുന്ന ഒരു മാനസികമായിട്ടൊരു സന്തോഷം എനിക്ക് ആരോടും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ ദൈവത്തിന്, മാധവന് ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് എനിക്ക് ഈ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ഞാൻ എത്ര വളർന്നു വന്നാലും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ എന്നെ തുടർന്ന് കൊണ്ടുപോകണമേ എന്ന് ഞാൻ അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. കാരുണ്യ പ്രവർത്തികൾ, ഞാനൊരു ടീച്ചിങ് ഫീൽഡിലായിരുന്നതുകൊണ്ട് തന്നെ എനിക്ക് മറ്റ് സ്ഥലങ്ങളിലോട്ട് പോയിട്ട് എനിക്ക് രോഗികളെ കാണേണ്ട ആവശ്യമില്ല. പലപ്പോഴും എൻ്റെ സ്റ്റുഡൻസുമായി ബന്ധപ്പെട്ട പല വ്യക്തികളും എന്നെ ഇങ്ങോട്ട് പലപ്പോഴും അപ്രോച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. സ്റ്റുഡൻസിനെ ആയാലും എനിക്ക് പറ്റുന്ന രീതിയിൽ വീക്കായിട്ടുള്ള കുട്ടികളെ ഞാൻ അവർക്ക് വേണ്ട ഡയറക്ഷൻസ് കൊടുക്കും. അപ്പോൾ അവരെ എന്നോടൊപ്പം ചേർത്ത് നിർത്താനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ബൈബിൾ വായന ഞാൻ എല്ലാ ദിവസവും ബൈബിൾ വായിക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. പ്രേക്ഷിത പ്രവർത്തനം, ഞാൻ എല്ലാ മാസവും പത്രം ഞാൻ കൊടുക്കാറുണ്ട്. പക്ഷേ എനിക്ക് ഒത്തിരി സ്പീഡായിട്ട് അത് ചെയ്യാൻ പറ്റില്ല. കാരണം പല സ്ഥലങ്ങളിലും പത്രം കൊടുക്കുമ്പം അവർ പത്രം വാങ്ങുമെങ്കിലും ഞാൻ നടന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവർ പല സ്ഥലങ്ങളിലും അത് അങ്ങനെ എറിഞ്ഞ് കളയുന്ന ഒരു ടെൻഡൻസി ഞാൻ പലപ്പോഴും നോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പത്രം കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് എന്താ പറയുക, ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന വ്യക്തികൾക്ക് മാത്രമാണ് ഞാൻ കൊടുക്കാറുള്ളത്. അപ്പോൾ പലപ്പോഴും ഞങ്ങളുടെ വീടിനടുത്തുള്ള ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലും അതുപോലെ ഓട്ടോറിക്ഷ ഇടുന്ന ആ സ്ഥലങ്ങളിലും ഞാൻ പിന്നെ ഷോപ്പിൽ പോകുമ്പം അവിടെയുള്ളവർക്കാണ് എനിക്ക് തോന്നണം, ഒരു വ്യക്തിനെ കാണുമ്പം അവരത് വായിക്കും എന്നെനിക്ക് ഉറപ്പുള്ള ആളുകൾക്ക് മാത്രമാണ് ഞാൻ കൊടുക്കാറുള്ളത്. അതുകൊണ്ട് ഒത്തിരി ഞാൻ വളരെ ഫാസ്റ്റായിട്ട് ഒരു പ്രോസസ്സ് ഞാൻ കംപ്ലീറ്റ് ആക്കാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി ലാഗ് വരുത്തിയിട്ടുണ്ട്. പരിശുദ്ധ അമ്മയ്ക്കും ദൈവമാതാവിനും എൻ്റെ പൊന്നുതമ്പുരാനോട് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാനായി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തിയ പരിശുദ്ധ ദൈവമാതാവിനോടും തിരുക്കുമാരനോടും കോടി നന്ദി പറയുന്നു. എൻ്റെ പേര് പ്രവീണ. ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത്. വയനാട് ജില്ലയിൽ അധ്യാപികയായി വർക്ക് ചെയ്യുകയാണ്. 2023 ഡിസംബർ 7-ന് ഡിസംബർ 21-നാണ് ആദ്യമായി ഞാൻ കൃപാസനത്തിൽ അന്ന് ഉടമ്പടി എടുത്തിരുന്നു. ആദ്യമായിട്ട് കൃപാസനത്തെക്കുറിച്ച് ഒരു ധാരണയുമില്ലാതെയാണ് വന്നത്. ഒരു ഫ്രണ്ട് പറഞ്ഞതനുസരിച്ച് വന്നതായിരുന്നു. പക്ഷേ ഇവിടെ എത്തി ആദ്യം കാല് കുത്തുമ്പോൾ തന്നെ ഒരു ടീച്ചർ അടുത്ത് വന്ന് പരിചയപ്പെടുകയും മുഴുവൻ സമയവും കൂടെ ഉണ്ടാവുകയും ചെയ്തു. ഉടമ്പടി കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നെങ്കിലും അമ്മയുടെ സുഗന്ധാഭിഷേകം കിട്ടിയിരുന്നു. ജപമാലയോട് ഭയങ്കരമായിട്ടുള്ള ഒരു പാഷൻ വരികയും ബൈബിളൊക്കെ വായിക്കുമ്പോൾ വ്യക്തമായി മനസ്സിലാവുകയും ഒക്കെ ചെയ്തിരുന്നെങ്കിലും അത് ഉടമ്പടി പുതുക്കിയില്ല. പിന്നെ 2024 ഡിസംബർ 21-നാണ് കഴിഞ്ഞ വർഷം ഞാനും മോളും കൂടി വന്ന് ഉടമ്പടി രണ്ടാമതും എടുത്തത്. ഞാൻ അധ്യാപികയായി ജോലി ചെയ്യുന്നതിന് മുമ്പ് കോർപ്പറേഷനിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. നല്ല പോസ്റ്റിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പം അവിടുന്ന് റെസിഗ്നേഷൻ തന്നിട്ടാണ് പുതിയൊരു അധ്യാപക ജോലിയിലേക്ക് പോയത്. അതിൽ ഒരുപാട് സാമ്പത്തികമായ നഷ്ടം ഉണ്ടായിരുന്നു. അങ്ങനെ ഹൈക്കോടതിയിലൊരു കേസ് നിലവിലുണ്ടായിരുന്നു. 2019 മുതൽ കേസ് നിലവിലുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രൊബേഷനൊന്നും ഡിക്ലെയർ ചെയ്തിരുന്നില്ല. സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ടായിരുന്നു. ഈ കാരണങ്ങൾ ആയിരുന്നു എനിക്ക് ഉടമ്പടി എടുക്കാൻ വേണ്ടി ഒന്നാമത് വന്നത്. പിന്നെ മോളുടെ അസുഖവും അവളുടെ കോഴ്സിൻ്റെ കാര്യങ്ങളും അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ഉടമ്പടി എടുത്തു. ഏപ്രിൽ മാസം ആകുമ്പോഴത്തേക്കും തന്നെ മാതാവ് ഞാൻ മലപ്പുറം ജില്ലയിലായിരുന്നു ആദ്യം ജോലി ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ 2 ജില്ലകളിലെയും പ്രൊബേഷൻ്റെ പേപ്പറുകൾ ശരിയാവാനുണ്ടായിരുന്നു. 1 വർഷത്തോളമായി മുടങ്ങിക്കിടക്കുന്നതായിരുന്നു. അങ്ങനെ ഓരോ ജില്ലയിലെയും പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്ന ഡേറ്റ് മാതാവ് പ്രാർത്ഥിക്കുമ്പോൾ കാണിച്ചു തരികയും ആ ഡേറ്റിന് തന്നെ പ്രൊബേഷൻ ഡിക്ലെയർ ആവുകയും ഏപ്രിൽ 1 ആകുമ്പോഴത്തേക്ക് എല്ലാ പേപ്പറുകളും ശരിയായി കിട്ടുകയും ചെയ്തു. മാർച്ച് മാസത്തിൽ ഞങ്ങൾ ഉടമ്പടി ആദ്യമായിട്ട് പുതുക്കാൻ വന്ന സമയത്ത് വരുമ്പം തന്നെ ഭയങ്കര അനുഗ്രഹങ്ങളായിരുന്നു. മാതാവിനോട് കണ്ണൂർ ജില്ലയിൽ നിന്ന് തന്നെ വരുന്നതായതുകൊണ്ട് ട്രെയിനിൽ തിരക്കായിരിക്കും. അപ്പം ഞങ്ങൾ പിന്നെ മാതാവിനോടത് പറഞ്ഞിരുന്നു, ഭയങ്കര ക്ഷീണിക്കും, ഇവിടെ വന്ന് ഉറങ്ങിപ്പോകും എന്നൊക്കെ ഒരു സങ്കടം പറഞ്ഞിരുന്നു.
വരുമ്പം തന്നെ ഞങ്ങൾ ട്രെയിനകത്ത് നിൽക്കുമ്പോൾ അന്ധനായ ഒരു ആൾ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ കോച്ച് ട്രെയിൻ എത്തിക്കഴിഞ്ഞാൽ ഒന്ന് അവിടെ കൈപിടിച്ച് കയറ്റിത്തരാമോ എന്ന് ചോദിച്ചു. ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ കയറ്റി കൊടുത്തു. തൊട്ടിപ്പുറത്ത് കണ്ട കോച്ചിൽ കയറി. അപ്പോൾ അവിടെ ഇഷ്ടംപോലെ സീറ്റ് ഉണ്ടായിരുന്നു. സുഖമായിട്ട് ഇവിടെ വന്നു. ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് ആദ്യം തന്നെ ഹസ്ബൻഡിനെ വിളിച്ചപ്പം എന്നോട് പറഞ്ഞത് 1 വർഷമായിട്ട് റബ്ബറിൻ്റെ മരം കച്ചവടം ചെയ്യാൻ വേണ്ടി നടക്കുന്നുണ്ടായിരുന്നു. ആരും വന്നിട്ട് ശരിയാവുന്നുണ്ടായിരുന്നില്ല, പൈസയൊന്നും ഒക്കുന്നുണ്ടായിരുന്നില്ല. ഹസ്ബൻഡ് ആദ്യം തന്നെ പറഞ്ഞത്, രാവിലെ തന്നെ ഒരാൾ വിളിച്ചു, അഡ്വാൻസും എടുത്തിട്ട് ആണ് വന്നത്, റബ്ബർ മരം നോക്കി, അത് കച്ചവടമായി എന്നാണ് പറഞ്ഞത്. ഞാനും മോളും ഉടമ്പടിയിൽ പുതുക്കാൻ വന്നപ്പോൾ എഴുതിയത് മാതാവ് ഞങ്ങളുടെ കൂടെ വരണം എന്നായിരുന്നു. ഞങ്ങളന്ന് പോകുമ്പോൾ 4 സ്ഥലത്ത് മഴവില്ല് കണ്ടു. അമ്മ കൂടെ തന്നെ ഉണ്ടായിരുന്നു. തിരിച്ച് പിറ്റേ ദിവസം ഞങ്ങൾ രണ്ടുപേരും കൂടി സമ്പൂർണ്ണ ജപമാല ചൊല്ലിയപ്പോൾ ഒരു മെഴുകുതിരി മുഴുവൻ ഉരുകി മാതാവിൻ്റെ രൂപമായിട്ട് ഞങ്ങൾക്ക് തന്നു. അതിപ്പോഴും വീട്ടിലുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നിടത്തുണ്ട്. പ്രൊബേഷൻ്റെ പേപ്പറുകൾ ശരിയായി, സാമ്പത്തിക പ്രയാസങ്ങൾ കുറേ മാറിക്കിട്ടി. ഉടമ്പടി പുതുക്കിയിട്ട് പോകുമ്പോൾ ഞാനിവിടുന്ന് മാതാവിൻ്റെ ഒരു കീ ചെയിൻ വാങ്ങിച്ചിരുന്നു. മാതാവിനോട്, മാതാവ് എപ്പോഴെങ്കിലും എനിക്ക് വണ്ടി തരുമ്പോൾ ഉപയോഗിക്കാനുള്ളതാണെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ കുറച്ച് പൈസ കയ്യിൽ വന്നു. അപ്പോൾ മാതാവിനോട് ഞാൻ പറഞ്ഞു, ഈ പൈസ എങ്ങനെ ചിലവാക്കണം എന്നുള്ളത് മാതാവ് തീരുമാനിച്ച് തരണം. എപ്പോഴും ഞാനാണ് തീരുമാനങ്ങൾ എടുക്കാറുള്ളത്, അതെപ്പോഴും പലപ്പോഴും പാളി പോവാറുണ്ട്. ഇത് മാതാവ് തന്നെ ഡീൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പം വണ്ടി കയറ്റിയിടാം, വണ്ടി വാങ്ങാമെന്നുള്ളൊരു പ്ലാനിൽ മുറ്റം റെഡിയാക്കാൻ തുടങ്ങി. അത് പൈസ തികയില്ല എന്നൊക്കെ വിചാരിച്ചെങ്കിലും ആ പൈസ ഏറ്റവും നന്നായി വിനിയോഗിക്കുന്ന രീതിയിൽ മുറ്റം കെട്ടുകയും അത് സിമൻറ്റ് തേക്കുകയും ഒക്കെ ചെയ്തു. വീട് നല്ല വൃത്തിയായി. അത് കഴിഞ്ഞപ്പം ഞാൻ വണ്ടി ബുക്ക് ചെയ്യാൻ ആലോചിക്കാൻ തുടങ്ങി. മുറ്റം ഇൻ്റർലോക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു, അതിന് പൈസ തികഞ്ഞില്ല. അപ്പം മാതാവിനോട് ഞാൻ പറഞ്ഞു, വണ്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പം അവസാനം ഞാൻ നോക്കുമ്പോൾ ഞാൻ വിചാരിക്കാത്ത അത്രയും നല്ലൊരു വണ്ടി, അതും ഞാൻ ഒരിക്കലും വിചാരിക്കാത്ത ഗ്രേ കളറാണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഇത് മാതാവിൻ്റെ തീരുമാനമായിരുന്നല്ലോ. മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവാണ് എന്നെ കൊണ്ട് ഈ വണ്ടി ഈ കളറിൽ ബുക്ക് ചെയ്യിച്ചതെങ്കിൽ എനിക്ക് മുറ്റം ചെയ്യാനുള്ള പൈസ കൂടി, ഇൻ്റർലോക്ക് ചെയ്യാനുള്ള പൈസ കൂടി മാതാവ് തന്നെ തരണം. അത് വേറെ ഏതെങ്കിലും തരത്തിൽ തരണ്ട. വണ്ടിയുടെ ഷോറൂമിൽ നിന്ന് തന്നെ എനിക്ക് ആ പൈസ കുറച്ച് കിട്ടണം എന്ന് പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പുതിയൊരു വാർത്ത വന്നു, GST കുറയാൻ പോവാണ്, വണ്ടികൾക്ക് വില കുറയുന്നുണ്ട് എന്നൊരു വാർത്ത വന്നു. ഓണത്തിൻ്റെ റിഡക്ഷനും വന്നു. അങ്ങനെ ഏകദേശം 1 ലക്ഷം രൂപയോളം തന്നെ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന വണ്ടിയിൽ കുറവ് വരികയും എനിക്ക് മുറ്റം ഇൻ്റർലോക്ക് ചെയ്യാനുള്ള പൈസ കൂടി അതിൽ നിന്ന് മാതാവ് ആക്കിത്തരികയും ചെയ്തു. അതിൻ്റെ പേപ്പറുകളെല്ലാം കുറച്ച് ഡിലേ ആയിട്ടാണ് അത്രയും നീണ്ടു പോയ അവസാനം ഈ ഒരു സമയത്ത് തന്നെ മാതാവ് എന്നെ കൊണ്ട് കറക്റ്റായിട്ട് എടുപ്പിച്ചത്. അതുപോലെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് ഒരുപാട് അസുഖങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. കണ്ണിന് സീരിയസ് ആയിട്ടുള്ളൊരു അസുഖം എനിക്കുണ്ടായിരുന്നു. അത് മുമ്പ് 2019 ഒരു പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം ഈശോ മാറ്റിത്തന്നതായിരുന്നു. പിന്നീട് കഴിഞ്ഞ മാസം പിന്നെയും അസുഖം ചെറുതായി വരാൻ തുടങ്ങി. 2-3 പ്രാവശ്യം ഡോക്ടറെ കാണിച്ചു. പിന്നെ എനിക്ക് മതിയായി. അപ്പോൾ ഒരു ദിവസം ഹോസ്പിറ്റലിൽ പോകുന്നതിൻ്റെ തലേ ദിവസം കണ്ണിന് ഭയങ്കര ഡിസ്റ്റർബൻസ് തോന്നി. എന്തായാലും ഡോക്ടർ പറയും ഇത് പിന്നെയും കണ്ടിന്യൂ ചെയ്യണമെന്ന് പറയുന്നു മനസ്സിലായപ്പം തൈലം തൊട്ട് കണ്ണിൽ പ്രാർത്ഥിച്ചിട്ട് മാതാവിനോട് ഞാൻ പറഞ്ഞു, നാളെ ഡോക്ടർ എന്നോട് പറയണം ഇനി മരുന്നൊന്നും കണ്ടിന്യൂ ചെയ്യേണ്ട, ഇത് മാറി എന്ന് പറയണം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ആശുപത്രി പോയി കഴിഞ്ഞപ്പോൾ അതേപോലെ തന്നെ ഡോക്ടർ എന്നോട് പറഞ്ഞു, മാറി, ഇനി പ്രത്യേകിച്ച് ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞു. അതുപോലെ മോൾക്ക് കിട്ടിയ സാക്ഷ്യങ്ങൾ മോള് പറയും. എൻ്റെ പേര് കൃഷ്ണ ഗൗതമി. ഞാൻ ഇതേപോലെ ഡിസംബർ 21 തീയതി 2024 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ +2 കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. എന്ത് കോഴ്സ് എടുക്കണം എന്നുള്ളതിനെ പറ്റി വ്യക്തമായൊരു ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ധാരണ ഇല്ലാതെയാണ് ഞാൻ എൻജിനീയറിങ്ങിൻ്റെ JEE റിപ്പീറ്റിങ്ങിന് ചേർന്നത്. അപ്പം JEE അതൊരു പകുതി ഒക്കെ ആയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, അതായത് ഇതെനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല. കാരണം കെമിസ്ട്രി ഫിസിക്സൊക്കെ എനിക്ക് ഡീൽ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അതിൻ്റെ എക്സ്ട്രീം ആങ്സൈറ്റി, അതേപോലെ കുറേ ബുദ്ധിമുട്ടുണ്ടായി, സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വന്നു. പഠിക്കാൻ പറ്റുന്നില്ല, പഠിക്കാനുള്ള കഴിവ് പോയോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു അതിലിടക്ക്. അപ്പം അമ്മ എന്നെ കൂട്ടി കുറേ കൗൺസിലിങ്ങിനൊക്കെ പോയി. പക്ഷേ വ്യക്തമായിട്ട് പിന്നെ ഇനി എന്തെടുക്കണം എന്നുള്ളതിനെ പറ്റി ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റിയില്ല. കാരണം ഒന്നാമത് ഞാൻ ഭയങ്കര ഡൗൺ ആയിപ്പോയി. അപ്പം വേറെ ഏതൊരു കോഴ്സ് എടുക്കുന്ന സമയത്തും ഇതും ഞാൻ ഡ്രോപ്പ് ചെയ്യുമെന്നുള്ളൊരു ഒറ്റ കോൺസ്റ്റൻറ്റ് നെഗറ്റീവ് തോട്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കോഴ്സിനെ പറ്റി നോക്കിയെങ്കിലും എല്ലാത്തിൻ്റെയും എന്തെങ്കിലും നെഗറ്റീവ് ഞാൻ കണ്ടുപിടിച്ച് അത് അവോയ്ഡ് ആക്കി. ആ ടൈമിലാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്.
അപ്പം ഉടമ്പടി എടുത്ത സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചത് ഒരു ചാപ്പലെങ്കിലും ഉള്ള അല്ലെങ്കിൽ ഒരു പള്ളിയോ അല്ല ഉള്ളത് ഒരു കോളേജ് വേണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതേപോലെ ഒരു എനിക്ക് പഠിക്കാൻ പറ്റിയ എനിക്ക് ഏതാണ് കോഴ്സ് എന്ന് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു. അങ്ങനെ ഒരു നല്ലൊരു കോഴ്സും തിരഞ്ഞെടുക്കണമെന്ന് ഞാനിവിടുന്ന് പ്രാർത്ഥിച്ചു. അപ്പം ആദ്യമൊന്നും ഞാനങ്ങനെ ഭയങ്കര വിശ്വസിച്ചോ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല ആദ്യമായിട്ട് ഞാനിവിടെ വന്നപ്പം. പിന്നെ വീട്ടിൽ നിന്ന് പക്ഷെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്കിങ്ങനെ എന്തൊക്കെയോ പ്രസൻസൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങി. ഒരു തവണ എനിക്ക് വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ സൈഡ് വേദന വരും. അപ്പം ഒരു തവണ നല്ല രീതിക്ക് വന്നു. ഞാൻ ഇങ്ങനെ ഒരു 2-3 ദിവസം ഞാൻ സ്ട്രെയിറ്റ് കിടപ്പിലായി. പിന്നെ ഭയങ്കര അതിൻ്റെയൊക്കെ ക്ഷീണത്തിൽ നിൽക്കുന്ന സമയത്ത് ഒരു തവണ എൻ്റെ അമ്മ ഒരു സൈഡിലൂടെ ഇങ്ങനെ പോകുന്നതായിട്ട് എനിക്ക് തോന്നി. ഞാൻ കിടന്നതിൻ്റെ ഇപ്പുറം അമ്മയാന്ന് വെച്ചിട്ട് ഞാൻ പിടിച്ചു വലിച്ചു. ഇത് സ്വപ്നമാണോ എന്താണെന്ന് എനിക്ക് അപ്പം മനസ്സിലായില്ല. പിന്നെ ഞാൻ അമ്മയുടെ മടിയിലാണ് കിടന്നത്. പക്ഷെ ഞാൻ ഫീൽ ചെയ്തത് ഒരു ഭയങ്കര സോഫ്റ്റ് ടെക്സ്ചറായിട്ടുള്ളൊരു തുണിയുടെ മേലെ എന്നെ ആരോ കെട്ടിപ്പിടിക്കുന്നത് പോലെ എനിക്ക് തോന്നിയത്. അമ്മ അതിന് മുന്നേ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. തൈലം കൊണ്ട് മാതാവിനോട് ഇനി എനിക്കിത് വരരുത്, മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു. അതിനുശേഷം പിന്നെ വന്നിട്ടില്ല, അത് മാറി. അങ്ങനെ പ്രസൻസൊക്കെ കിട്ടിയപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇത് വെറുതെ അല്ല എന്ന്. പിന്നെ ഞാൻ കുറേ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. അപ്പം കുറച്ചുകൂടെ വിശ്വാസമായി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അമ്മ പറഞ്ഞു നമുക്ക് അടുത്ത ദിവസം പിറ്റത്തെ ദിവസത്തെ ഡെയിലി ബ്രെഡിന് ശേഷം ഇവർ അപ്ലോഡ് ചെയ്യുന്ന ഫസ്റ്റത്തെ സാക്ഷ്യത്തിൽ പറയുന്ന കോഴ്സ് എടുക്കാമെന്ന്. അങ്ങനെ സാക്ഷ്യം നോക്കിയ സമയത്ത് ഫസ്റ്റത്തത് എന്തോ ഒരു PG ഒക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള എക്സാമിനെ പറ്റിയായിരുന്നു. അപ്പം ഞാൻ ഇതിലും ഇല്ലേന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ സെക്കൻഡ് നിയോഗമായിട്ട് ചേച്ചി പറഞ്ഞത് ആ ചേച്ചിയുടെ അനിയൻ്റെ BBA കോഴ്സിനെ പറ്റിയിട്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ BBAനെ പറ്റി ചിന്തിച്ചത്. അങ്ങനെ അതിനെപ്പറ്റി ഒരു 1 വീക്ക് കൊണ്ട് ഞാൻ ഫൈനലൈസ് ചെയ്തു. എനിക്ക് കാര്യമായിട്ട് നെഗറ്റീവ്സ് ഒന്നും കിട്ടിയില്ല. പിന്നെ കോളേജ് അതേപോലെ സെൻറ്റ് ജോസഫ് ദേവഗിരിയിൽ ഇതേപോലെ തന്നെ നല്ലൊരു പള്ളിയുണ്ട്. അങ്ങനെ ഒരു കോളേജ് എനിക്ക് മാതാവ് തന്നെ സെലക്ട് ചെയ്ത് തന്നത്. ഒരു പ്രശ്നമില്ലാതെ സ്മൂത്തായിട്ട് അവിടേക്ക് ജോയിൻ ചെയ്യാൻ പറ്റി. ഞാൻ ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് വരുന്ന ഞാൻ ഈ ഒരു കോഴ്സ് എനിക്കൊരു പ്രശ്നമില്ല. ഫസ്റ്റ് സെം കഴിഞ്ഞു, അത്യാവശ്യം നല്ല മാർക്കുണ്ട്. പിന്നെ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ അതേപോലെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അതായത് ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് ഞാൻ 2 തവണ ഞാൻ ഫെയിലായി. അതായത് ഞാൻ നല്ല രീതിക്ക് പഠിക്കുന്ന സമയത്ത് ഓടിക്കെങ്കിലും ടെസ്റ്റിൻ്റെ സമയത്ത് എന്തെങ്കിലുമൊക്കെ ടെൻഷൻ കാരണമൊക്കെ ഞാൻ എപ്പോഴും ഫെയിലായി. അപ്പം 2 മാസം ഡിഫറൻസ് വരും. അതായത് ഒരു തവണ ഫെയിലായി കഴിഞ്ഞ് ഞാൻ പിന്നെ അപ്പം ഇത് ഇവിടെ കോഴിക്കോടാണ് ഞാൻ പഠിക്കുന്നത്. കണ്ണൂരേക്ക് പോയി ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് പറ്റുന്നില്ലായിരുന്നു. 3ാമത്തെ തവണ ഞാൻ ശരിക്കും പ്രാർത്ഥിച്ചിട്ട് പോയി. എന്നിട്ടും ഇൻഡിക്കേറ്റർ ഇടാനും വിട്ടുപോയി. അതേപോലെ ബാക്കിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ നോക്കാനൊക്കെ വിട്ടുപോയി. അങ്ങനെ അയാൾ എന്നെ പിന്നെ ഫെയിലാക്കി. അടുത്ത തവണ അറ്റൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം അത് എനിക്ക് ശരിക്കും നല്ല വിഷമമായി. കാരണം ഞാൻ അത്രയും പ്രാർത്ഥിച്ചിരുന്നു, ഇനിയും ഞാൻ വരണമല്ലോ എന്നൊക്കെ ആലോചിച്ച്. അങ്ങനെ ഞാൻ നേരെ അന്ന് കോഴിക്കോടേക്കാണ് പോയത്. പോകുന്ന വഴി ദേവഗിരി കോളേജിൻ്റെ പള്ളി കയറി. അവിടുന്ന് ഞാനൊരു പേപ്പറിൽ മാതാവിൻ്റെ മുന്നിൽ നിന്ന് എഴുതി എനിക്ക് ഇന്ന് 12 മണി കഴിയുന്നതിന് മുന്നേ ഇത് ഫെയിലായി എന്ന് എനിക്കറിയാം, പക്ഷെ പാസ്സായി എന്നുള്ള മെസ്സേജ് എനിക്ക് എന്തായാലും കിട്ടണമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അതിലെഴുതി ഇനി അഥവാ ഇല്ലെങ്കിൽ തന്നെ എനിക്ക് കുഴപ്പമില്ല, ഞാൻ മാതാവിനെ എന്തായാലും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ എഴുതി അവിടെ വെച്ചു. പിന്നെ എനിക്ക് കോളേജിൽ ക്യാമ്പായിരുന്നു അന്ന്. അപ്പം ക്യാമ്പിൻ്റെ തിരക്കിൽ ഇതൊക്കെ മറന്നുപോയി. ലാസ്റ്റ് രാത്രി 12 മണിയായപ്പോഴാണ് ഫ്രീ ആയത്. അപ്പോഴാണ് ഫോൺ കിട്ടിയത്. അപ്പം ഫോൺ കിട്ടി ഫസ്റ്റ് ഞാൻ കണ്ട മെസ്സേജ് ഞാൻ പാസ്സായി എന്നുള്ളതായിരുന്നു. അപ്പം ഇത് എന്നിട്ടും എനിക്കപ്പോൾ വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം ഇത് കാരണം അയാൾ എന്നെ നോക്കി പറഞ്ഞത് ഇത് ഫെയിലായിന്ന്. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് അവൾ ഓൾറെഡി പാസ്സായതായിരുന്നു. അവളോട് ഞാൻ ചോദിച്ചു ഇത് ശരിക്കും പാസ്സാണോ എന്ന്. അപ്പോൾ അവൾ പറഞ്ഞു പാസ്സായിന്ന്. അങ്ങനെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എനിക്ക് പാസ്സാവാൻ കഴിഞ്ഞു. മോൾക്ക് 12 വയസ്സ് വരെ ഭയങ്കര ശ്വാസം മുട്ടലും അസുഖങ്ങളുണ്ടായിരുന്നു. പിന്നെ അത് മാറി കിട്ടിയതായിരുന്നു. ഉടമ്പടി എടുക്കാൻ വരുന്നതിന് കുറച്ച് മുന്നേ പിന്നെയും അലർജിയും ശ്വാസം മുട്ടലും വളരെ ശക്തമായി ഒരു പ്രാവശ്യം വന്നു. ഞാനതിൽ വളരെ വിഷമിച്ചിരുന്നു. അപ്പോൾ ഉടമ്പടിയിൽ ഞാനത് വെച്ചിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നെ ഒരിക്കലും മോൾക്ക് ആ അസുഖം ഉണ്ടായിട്ടില്ല. പൂർണ്ണമായിട്ടും മാതാവ് അത് മാറ്റിത്തന്നു. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം. എന്ത് പ്രശ്നം കൊണ്ട് രാത്രി ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാലും പിറ്റേ ദിവസത്തെ രാവിലെ പ്രാർത്ഥനയിൽ അച്ഛൻ ആ ഒരു പ്രശ്നം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടാവും. ഞാൻ വീട്ടിൽ ഒരു തൊഴുത്തും ഒരു കാർ ഷെഡും പണിയണമെന്ന് വിചാരിക്കുന്ന സമയത്ത് ഒരാഴ്ചയോളം അച്ഛൻ ഡെയിലി അത് തന്നെ ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് ഡെയിലി ബ്രെഡിൽ പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അങ്ങനെ തന്നെ പറഞ്ഞതുപോലെ തന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പഞ്ചായത്തിൽ ഓഫീസിൽ വില്ലേജിൽ ഒരു കടലാസ് കിട്ടണമെങ്കിലോ
അല്ലെങ്കിൽ കോടതിയിൽ ഒരു കടലാസോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അന്നത്തെ പ്രാർത്ഥനയിൽ അച്ഛൻ അത് പറയുന്നുണ്ടാവും. അത് അന്ന് തന്നെ ശരിയാവുകയും ചെയ്യും. ഭയങ്കര അനുഗ്രഹമാണ്. അതുപോലെ ബൈബിള് വായിക്കുമ്പോൾ വചനങ്ങൾ കിട്ടാറുണ്ട്. കേസിൻ്റെ കാര്യങ്ങളൊന്നും ശരിയായിട്ടില്ല, പക്ഷേ നിയോഗങ്ങൾക്ക് ഞാൻ വലിയ പ്രാധാന്യം കൊടുക്കാറില്ല. അതിനെക്കുറിച്ച് ആകുലതയുമില്ല. ജീവിതത്തിൽ ഇത്രത്തോളം സമാധാനമായിട്ട് ഇതുവരെ ജീവിച്ചില്ല. ഈ ഒരു വർഷ കാലയളവിൽ മാതാവും ഈശോയും ചെയ്തോളും, ഒന്നും ചിന്തിക്കേണ്ടതില്ല, ഏറ്റവും റിലാക്സ്ഡ് ആണ്. അതുപോലെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ജീവിതകാലം മുഴുവൻ ഈശോയുടെയും മാതാവിൻ്റെയും ഇഷ്ടത്തിനനുസരിച്ച് മാത്രം ജീവിക്കണം എന്നുള്ളതാണ്. അവർക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ചെയ്യാനോ അവരിൽ നിന്ന് അകന്നു പോകാനോ ഒരിക്കലും ഇടയാവരുത് എന്നതാണ് പ്രാർത്ഥന. നിയോഗങ്ങൾ വെക്കുമ്പോഴും ഉടമ്പടി പുതുക്കുമ്പോഴും പ്രത്യേകിച്ച് മാതാവിൻ്റെയും ഈശോയുടെയും ഇഷ്ടം നിറവേറട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ പത്രം വിതരണം ചെയ്യുന്നത് മിക്കപ്പോഴും ഞാൻ ബസ്സിൽ പോകുമ്പോൾ അടുത്തിരിക്കുന്നവരെ പരിചയപ്പെട്ട് സംസാരിച്ച് ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ടാണ് കൊടുക്കാറുള്ളത്. പത്രത്തിന് ഒന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി തൈലമൊക്കെ തേച്ച് വചനമൊക്കെ എഴുതിയിട്ടാണ് കൊടുക്കുക. മിക്കപ്പോഴും പിന്നെ നമ്മൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കൈകൊണ്ട് എഴുതി അതിൽ പിൻ ചെയ്ത് വെക്കും. കാരണം ചിലരൊന്നും പ്രാർത്ഥന എന്താണെന്ന് അറിയാത്തതുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്യാൻ അല്ലെങ്കിൽ തുടങ്ങാൻ കൂട്ടാക്കില്ല എന്നുള്ളത് കൊണ്ട് അങ്ങനെ ചെയ്യാറുണ്ട് പറ്റുന്നത്രയും. പിന്നെ ചില ഉപ്പ് വേണമെന്ന് തോന്നുന്നവർക്ക് ഉപ്പും മറ്റും കൊടുക്കാറുണ്ട്. വെറുതെ ആർക്കെങ്കിലും അങ്ങനെ കൊടുത്ത് പോവാറില്ല, പറഞ്ഞിട്ടേ കൊടുക്കാറുള്ളൂ. കാരണം റിജക്റ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ പത്രം എവിടെയെങ്കിലും ഇടുന്നതും ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. അതുപോലെ പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത് അനാഥാലയങ്ങളിൽ പോവാറുണ്ട്, പിന്നെ വൃദ്ധസദനങ്ങളിൽ പോവാറുണ്ട്, അവിടെ വേണ്ട കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ആരെങ്കിലും മുന്നിൽ കൈനീട്ടി കഴിഞ്ഞാലൊക്കെ ഭക്ഷണമാണ് വേണ്ടതെങ്കിൽ അത്, അല്ലെങ്കിൽ എന്താണ് ആവശ്യപ്പെടുന്നത് അങ്ങനെ കൊടുക്കാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ